Good morning, ma'am. Good morning. Good morning, ma'am. Good morning. Good morning, ma'am. Good morning. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? പ്രയർ ചെയ്തോളൂ കേട്ടോ, പ്രയർ സ്റ്റാർട്ട് ചെയ്തോളൂ. Okay, ma'am. Good morning, everyone. Prayer. God our Father, we thank you for this new day. We thank you for giving us good parents, brothers and sisters. We thank you for our teachers who are very much interested in us today. We ask you to give us wisdom so that we may learn what is being taught in our classes. Lord, help us to grow in love, truth, and in honesty. We make this prayer for your love's sake. Amen. ഓക്കെ, സൈനിങ് ആരാണ്? ഞാനാണ് മാം സൈനി. Good morning everyone. Welcome to our class. A warm welcome to our respected teacher Ashwini ma'am and fellow batchmates. I am excited to be here and look forward to a productive and engaging class. Let's make the most our time together, and I also invite Sajana to today's thought. Thank you. ഓക്കെ, Good morning, ma'am. Good morning, all. Today's thought: happiness is not something ready-made. It comes from our own actions. സന്തോഷം എന്നത് റെഡിമെയ്ഡ് ആയ ഒന്നല്ല, അത് നമ്മളുടെ സ്വന്തം പ്രവൃത്തിയിൽ നിന്നാണ് വരുന്നത്. ക്യോട്ട് ബൈ ദലൈ ലാമ 14. ഓക്കെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതായിരുന്നു പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്? അഫക്ഷനെ കുറിച്ചായിരുന്നു മാം. അഫക്ഷനെ കുറിച്ച് സെമിനാർ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ആക്ടിവിറ്റി റോൾ മോഡൽ ടീച്ചറിനെ കുറിച്ച്. അഫക്ഷനെ കുറിച്ച് സെമിനാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തായിരുന്നു പറഞ്ഞത്? ആക്ടിവിറ്റി റോൾ മോഡൽ ടീച്ചർ. റോൾ മോഡൽ ടീച്ചർ അല്ലേ? ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പോ അത് പറയുന്നതിന് മുമ്പായിട്ട് ഞാനൊരു കോട്ട് പറയാം. ഞാൻ ഈ കോട്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ MT 6 and 7 കോൺവെക്കേഷൻ ആയിരുന്നു. അപ്പൊ പ്ലഡ്ജ് പറഞ്ഞതിന് ശേഷം ഒരു മെസ്സേജ് പോലെ പറഞ്ഞതാണ്. അപ്പൊ ആ ഒരു കോട്ട് ഷെയർ ചെയ്തിട്ട് നമുക്ക് സെമിനാറിലോട്ട് കിടക്കാം കേട്ടോ. എല്ലാവരും റെഡിയാണോ? ഓക്കെ. ലോകപ്രശസ്ത കവിയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ ചിന്തകനുമായിട്ടുള്ള ശ്രീ രവീന്ദ്രനാഥ് ടാഗോർ, അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ടുള്ള ഒരു വീക്ഷണമാണ് ഞാനിപ്പോ ഇവിടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കുട്ടികളിൽ അറിവുകൾ കുത്തി നിറയ്ക്കലല്ല, അതിലുപരി ഏത് ജീവിത സാഹചര്യവുമായും അവരെ പൊരുത്തപ്പെടാൻ പ്രാപ്തരാക്കുക എന്നുള്ള മഹത്തായിട്ടുള്ള ഒരു വീക്ഷണമാണ് അദ്ദേഹത്തിനുള്ളത്. ഇതാണ് അദ്ദേഹത്തിന്റെ കോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിലൂടെ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? എന്താ മനസ്സിലായേ? കുറച്ച് അറിവ് മാത്രം നേടിയോണ്ട് കാര്യമില്ല, ഏത് സാഹചര്യത്തിലും മുന്നോട്ടേക്ക് പോകാനുള്ള ഏത് ജീവിത സാഹചര്യവുമായി എന്ത് ചെയ്യണം? പൊരുത്തപ്പെടണം അല്ലെ? പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങളുണ്ട് അല്ലെ? നമ്മളിപ്പോ നീഡ്സിൽ പഠിക്കുന്നതാണ്. എന്താണ് നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങള്? ഫുഡ്, ഫുഡ്, ഷെൽട്ടർ, അതുപോലെ ക്ലോത്ത് അല്ലെ? അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ത്? വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. നമ്മുടെ സമൂഹത്തിൽ ഒരു സാമൂഹിക ജീവി അഥവാ സോഷ്യൽ അനിമൽ ആയിരിക്കാൻ നമുക്ക് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അനിവാര്യമായിട്ടുള്ള ഘടകമാണ്. ലോകത്തെ തന്നെ മാറ്റിമറിക്കാനുള്ള ഒരു ആയുധമായിട്ടും എന്ത് ചെയ്യാം? നമുക്ക് വിദ്യാഭ്യാസത്തെ ഉപയോഗിക്കാവുന്നതാണ് അല്ലെ? ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ മോണ്ടിസോറി എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ, അതായത് ഈ കോട്ടുമായിട്ട് എങ്ങനെയാണ് ഇതിന് കണക്ഷൻ വരുന്നതെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. മോണ്ടിസോറി എഡ്യൂക്കേഷനിൽ കുട്ടികളെ എങ്ങനെ സ്വയം കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരാക്കാം, ഓക്കെ, അവരെ ചുറ്റുപാടുകളുമായിട്ടും അതുപോലെ തന്നെ മറ്റ് സഹജീവികളുമായിട്ടും എങ്ങനെ പൊരുത്തപ്പെടാൻ അവരെ പ്രാപ്തരാക്കാം എന്ന് പറയുന്ന മഹത്തായ ഒരു സന്ദേശം എന്തിലുണ്ട്? നമ്മുടെ മോണ്ടിസോറി എഡ്യൂക്കേഷനിലുണ്ട് അല്ലെ? കുറെ അധികം കാര്യങ്ങൾ പഠിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അവരെ സ്വയം കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരാക്കുകയും കൂടിയാണ്
ഓരോ ടീച്ചേഴ്സും അല്ലെങ്കിൽ അതായത് ഇതുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കുന്ന ആളുകൾ മൊത്തമേ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണ് അല്ലെ? ഓക്കെ, അപ്പൊ നമുക്കിനി സെമിനാർ കണ്ടക്ട് ചെയ്യാം അല്ലെ? ഓക്കെ, ഓരോരുത്തരായിട്ട് സെമിനാർ പ്രസന്റ് ചെയ്തോളൂ കേട്ടോ, അഫക്ഷനെ കുറിച്ച്. ഫസ്റ്റ് ആരാണ്? ഞാൻ പറയാം. അസീന പറയൂ. Good morning, respected mom and my dear friends. Today I am going to present on a very important human emotion, affection. മാം അതിന്റെ മലയാളം കൂടി കൂട്ടി പറയണോ അതോ ഇംഗ്ലീഷ് മാത്രം മതിയോ? അതിന്റെ മീനിങ് പറയണോ? മീനിങ് പറഞ്ഞോളൂ, അപ്പൊ മറ്റുള്ളവർക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാവുമല്ലോ. ഇന്ന് ഞാൻ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു മനുഷ്യഭാവനയെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്, അഫെക്ഷൻ എന്നതിനെ കുറിച്ച്. മീനിങ് ഓഫ് അഫെക്ഷൻ. അഫെക്ഷൻ ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ലൈഫ്, ലവ്, കെയർ ആൻഡ് ഇമോഷണൽ ബോണ്ടിങ് ഇൻ ഹ്യൂമൻ ലൈഫ്. അഫെക്ഷൻ ജീവിതത്തിൽ സ്നേഹത്തിന്റെയും പരിചരണത്തിന്റെയും മാനസിക ബന്ധത്തിന്റെയും അടിസ്ഥാനമാണ്. ഇറ്റ് മീൻസ് എ ഡീപ്പർ ഫീലിംഗ് ഓഫ് ലവ് ആൻഡ് കെയർ ഫോർ സംവൺ. അഫെക്ഷൻ അതിന്റെ പേരിന് പൊരുത്തമായി കൂടുതൽ സ്നേഹവും പരിചരണവും ഉള്ള ഒരു ഭാവമാണ്. It is shown through touch, words, expressions and actions. Children's affection is as important as food, shelter and education. കുട്ടികളിലെ അഫെക്ഷൻ ഭക്ഷണം, താമസം, വിദ്യാഭ്യാസം എന്നിവ പോലെ വളരെ പ്രധാനപ്പെട്ടതാവുന്നു. റോൾ ഓഫ് അഫെക്ഷൻ ഇൻ ചൈൽഡ് ഡെവലപ്മെന്റ്. ശിശു വികസനത്തിന്റെ വികസനത്തില് അഫെക്ഷന്റെ പങ്ക്. ഇമോഷണൽ സെക്യൂരിറ്റി, മാനസിക സുരക്ഷ. ചിൽഡ്രൻ ഹു റിസീവ് അഫെക്ഷൻ ഫീൽ സേഫർ, ഹാപ്പി ആൻഡ് കോൺഫിഡന്റ്, വിച്ച് ഹെൽപ്സ് ഇൻ ലേണിംഗ് ആൻഡ് ഗ്രോത്ത്. അഫെക്ഷൻ നൽകുന്ന കുട്ടികളെ സുരക്ഷിതരും സന്തുഷ്ടരുമായി ആത്മവിശ്വാസമുള്ളവരുമായി വളരുന്നു. ഇത് പഠനത്തിനും വളർച്ചയിലും സഹായിക്കുന്നു. എൻകറേജസ് ലേണിംഗ്, പഠനത്തിന് പ്രചോദനം. അഫെക്ഷൻ എൻകറേജസ് ക്യൂരിയോസിറ്റി, കോൺസെൻട്രേഷൻ ആൻഡ് ബെറ്റർ ലേണിംഗ്. അഫെക്ഷൻ കുട്ടികളിലെ ആസക്തി, ശ്രദ്ധ, മികച്ച പഠനശേഷി എന്നിവ വളർത്തുന്നു. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, വ്യക്തിത്വ വികസനം. എ ലവിംഗ് എൻവയോൺമെന്റ് ഷേപ്സ് എ ചൈൽഡ് into a kind, റെസ്പോൺസിബിൾ ആൻഡ് ബാലൻസ്ഡ് പേഴ്സൺ. സ്നേഹപരമായ അന്തരീക്ഷം കുട്ടിയെ ദയാലുവും ഉത്തരവാദിത്വമുള്ളവരുമായ തുലിതമായ വ്യക്തിത്വമുള്ളവനായി മാറ്റുന്നു. ഹെൽത്ത് റിലേഷൻഷിപ്സ്, നല്ല ബന്ധങ്ങൾ. ചിൽഡ്രൻ ഹു ഗ്രോ വിത്ത് അഫെക്ഷൻ ലേൺ ടു റെസ്പെക്ട് ആൻഡ് ലവ് അതേഴ്സ്. അഫെക്ഷനുള്ള കുട്ടികൾ മറ്റുള്ളവരെ മാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് പഠിക്കുന്നു. അഫെക്ഷൻ ഇൻ മോണ്ടിസോറി എഡ്യൂക്കേഷൻ. മോണ്ടിസോറി വിദ്യാഭ്യാസത്തില് അഫെക്ഷന്റെ പങ്ക്. ദ മോണ്ടിസോറി മെത്തേഡ് ബിലീവ്സ് ഇൻ ലവ് ആൻഡ് റെസ്പെക്ട് ഫോർ ദ ചൈൽഡ്. മോണ്ടിസോറി രീതിയിൽ കുട്ടിയോടുള്ള സ്നേഹവും മാന്യവുമാണ് എന്നതാണ്. ടീച്ചേഴ്സ് ഷോ അഫെക്ഷൻ ബൈ ഗൈഡിങ് ചിൽഡ്രൻ പേഷ്യൻലി ആൻഡ് കൈൻഡ്ലി. കുട്ടികളെ ക്ഷമയോടെയും സൗമ്യതയോടെയും നയിക്കുകയാണ് ടീച്ചർ അഫെക്ഷനിൽ കാണിക്കുന്നത്. ക്ലാസ് റൂം എൻവയോൺമെന്റ് ഈസ് ഫീൽഡ് വിത്ത് കെയർ, വാംത്ത് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. ക്ലാസ് റൂം പരിപാലനത്തിലും സ്നേഹത്തിലും മനസ്സിലാക്കലിലും ഇത് നിറഞ്ഞിരിക്കുന്നു. അഫെക്ഷൻ ക്രിയേറ്റ്സ് ട്രസ്റ്റ് ബിറ്റ്വീൻ ടീച്ചർ ആൻഡ് ചൈൽഡ്, മേക്കിംഗ് ലേണിംഗ് ജോയ്ഫുൾ. അഫെക്ഷൻ ടീച്ചറിനും കുട്ടിക്കും ഇടയിൽ വിശ്വാസം സൃഷ്ടിക്കുന്നു, അതിനാൽ പഠനം സന്തോഷകരമായിരിക്കുന്നു. എക്സാമ്പിൾസ് ഓഫ് അഫെക്ഷൻ: എ മദർ ഹഗ്ഗിങ് ഹെർ ചൈൽഡ് വെൻ ഹി ഈസ് സാഡ്. ദുഃഖിതനായ കുട്ടിയെ അമ്മ ചേർത്ത് പിടിക്കുന്നത്. എ ടീച്ചർ അപ്രീഷിയേറ്റിംഗ് എ ചൈൽഡ്സ് എഫേർട്ട് ഇൻ ക്ലാസ്. ക്ലാസ്സിൽ കുട്ടിയുടെ ശ്രമം കണ്ടുപിടിച്ചതിന് ടീച്ചർ പ്രശംസിക്കുന്നത്. ഫ്രണ്ട്സ് സപ്പോർട്ടിംഗ് ഈച്ച് അതർ ഇൻ ഡിഫിക്കൽട്ട് ടൈംസ്. സുഹൃത്തുക്കൾ പ്രയാസ സമയങ്ങളിൽ പരസ്പരം പിന്തുണ നൽകുന്നത്. അഫെക്ഷൻ ഇസ് ദ മോസ്റ്റ് പവർഫുൾ ഇമോഷൻ ഇൻ ലൈഫ്. അഫെക്ഷൻ ജീവിതത്തിലെ ഏറ്റവും ശക്തമായ ഭാവനയാണ്. ഇറ്റ് ട്രാൻസ്ഫോംസ് എ ഹെൽപ്ലെസ് ബേബി ഇൻ ടു എ സിവിലൈസ്ഡ് ആൻഡ് കേപ്പബിൾ ഹ്യൂമൻ ബീയിങ്. സഹായശേഷിയില്ലാത്ത കുഞ്ഞിനെ സാംസ്കാരികവും കഴിവുമുള്ളവനുമാക്കി മാറ്റുന്നു. വിതൗട്ട് അഫെക്ഷൻ എഡ്യൂക്കേഷൻ ആൻഡ് ഗ്രോത്ത് ആർ ഇൻകംപ്ലീറ്റ്. അഫെക്ഷന് ഇല്ലാതെ വിദ്യാഭ്യാസവും വളർച്ചയും അപൂർണമാണ്. ആസ് എ മോണ്ടിസോറി സെഡ് ഓഫ് ഓൾ തിങ്സ് ലവ്. മോണ്ടിസോറിയുടെ വാക്കുകൾ പോലെ എല്ലാത്തിനുമപ്പുറം സ്നേഹം എന്നതാണ്. എല്ലാ കാര്യങ്ങളിലും ഏറ്റവും ശക്തമായത് സ്നേഹമാണ് എന്നാണ് മാം. താങ്ക് യു. ഓക്കെ, വെരി ഗുഡ്. നന്നായിരുന്നു കേട്ടോ സെമിനാർ. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമോ? അസീന പറഞ്ഞതിൽ എന്തെങ്കിലും മനസ്സിലാവുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. എല്ലാവരും ഓക്കെയാണ്? ഓക്കെ, ദെൻ ആതിര MP. Yes, ma'am. Good morning, ma'am, and good morning, my dear friends. Today, I'm talking about the topic affection.
അഫക്ഷൻ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ഇമോഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇമോഷനാണ് അഫക്ഷൻ എന്ന് പറയുന്നത്. അത് കുട്ടികളുടെ ഡെവലപ്മെന്റിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ സ്വാധീനിക്കുന്നത് അഫക്ഷൻ എന്ന് പറയുന്ന ഫീലിങ്സ് ആണ്. അവരുടെ വിദ്യാഭ്യാസ കാര്യത്തിലാണെങ്കിലും അഫക്ഷൻ കൂടുതൽ ഇമ്പോർട്ടൻസ് വഹിക്കുന്നുണ്ട്. അഫക്ഷൻ കുട്ടികൾക്ക് പാരൻസിന്റെ അടുത്ത് നിന്ന്, ടീച്ചേഴ്സ്, അവരുടെ സുഹൃത്തുക്കൾ, അങ്ങനെ എല്ലാവരുടെ അടുത്തു നിന്നും കിട്ടുന്ന അഫക്ഷനിലൂടെയാണ് അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഡെവലപ്മെന്റും കൂടുതൽ മെച്ചപ്പെട്ടതാവുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പോൾ അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു റിസ്കി ആയിട്ടുള്ള കാര്യം ചെയ്യണമെങ്കിലും, എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തണമെങ്കിൽ അവർക്ക് അവരിൽ നിന്ന്, പാരന്റ്സിൽ നിന്ന് അല്ലെങ്കിൽ ടീച്ചേഴ്സിന് കിട്ടുന്ന ആ ഒരു നല്ലൊരു അഫക്ഷനിലൂടെ അവർക്കത് ചെയ്യാനായിട്ട്, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ എനിക്ക് ഇന്ന് കെയർ കിട്ടുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യം അവർക്കുണ്ടെങ്കിൽ അവർക്കത് ചെയ്യാനായിട്ടുള്ളൊരു പ്രചോദനം ഉണ്ടാവും. അപ്പൊ അങ്ങനെ നല്ല രീതിയിലുള്ളൊരു അഫക്ഷൻ, നല്ല രീതിയിലൊരു അഫക്ഷനായിട്ടുള്ള കിട്ടുന്ന ഒരു കുട്ടിയാണ്, അതായത് പാരന്റ്സിന്റെ അടുത്താണെങ്കിലും ടീച്ചേഴ്സിന്റെ അടുത്താണെങ്കിലും നല്ല രീതിയിലൊരു ഫീലിങ്സ് അവർക്ക് കിട്ടുന്ന ഒരു കുട്ടിയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസവും അല്ലെങ്കിൽ നല്ല സ്വഭാവമായിട്ട് മാറാനായിട്ട് അവർക്ക് സാധിക്കും. പിന്നെ അഫക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിസിക്കലായിട്ടുള്ള ഫീലിങ്സ് മാത്രമല്ല, അത് ഇന്റേണലി ആയിട്ടുള്ള ഫീലിങ്സ് ആണ് അഫക്ഷൻ എന്ന് പറഞ്ഞത്. അതായത് സിമ്പതി പോലുള്ള ഇന്റേണൽ ഫീലിങ്സും അഫക്ഷനിൽ വരുന്നതാണ്. അത്രേ ഉള്ളൂ മാം. ഓക്കെ, നൈസ്. ദെൻ ഇനി ആരാണ് സെമിനാർ പ്രസന്റ് ചെയ്യുന്നേ? രണ്ടുപേര് മാത്രമേ എഴുതിയിട്ടുള്ളൂ സെമിനാർ? ഞാൻ പറയാം. ആ, ഓക്കെ. മൃദുല അല്ലേ? മൃദുല എന്നല്ലേ പേര്? അതെ അതെ. ഓക്കെ. Good morning, everyone. I am Mridula and I welcome to today's seminar on affection. Affection refers to the warmth, care, and tenderness shown towards others, often through physical touch, words, or actions. Affection helps build emotional connection, fostering feelings of love, trust, and belonging. Affection in children. Emotional development. Affection plays a crucial role in children's emotional development, helping them feel secure, loved, and valued. Trust building. Positive relationship with school teachers foster trust, encouraging children to explore, learn, and express themselves. Next, forms of affection. Physical touch, hugs, kisses, cuts, and holding hands. Verbal affection, words of appreciation, praise, and affection. Actions, small gestures like surprise gifts or thoughtful acts. Then affection benefits. Stress reduction. Affection can reduce stress and anxiety. Confidence boost. Affection can boost self-esteem and confidence. Social bonding. Affection helps to build strong social bonds and relationship. In conclusion, affection is a vital aspect of human connection, playing a significant role in emotional well-being, relationships, and overall happiness. Thank you, ma'am. ചെറുതായിട്ട് എഴുതുക. ഓക്കെ, ഓക്കെ. Then next one. ഞാനാണ് മാം. തൻസീറ. ഓക്കെ, പ്രസന്റ് ചെയ്തോളൂ കേട്ടോ. ഗുഡ് മോർണിംഗ് എവരിവൺ. ഇന്നത്തെ എൻ്റെ സെമിനാർ വിഷയം എഫെക്ഷൻ അഥവാ സ്നേഹമാണ്. ലോകത്തെ എല്ലാവർക്കും ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട വികാരങ്ങളിൽ ഒന്നാണ് എഫെക്ഷൻ. മീനിങ്, എഫെക്ഷൻ എന്ന് പറയുന്നത് ഒരാളോടോ ജീവികളോടോ പോലും വസ്തുക്കളോടോ ഉള്ള സ്നേഹവും കരുതലും അടുപ്പവും. ഇതൊരു സ്വാഭാവിക വികാരമാണ്. നമ്മൾ ജനിക്കുന്ന നിമിഷം മുതൽ തന്നെ എഫെക്ഷൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അമ്മ കുഞ്ഞിനെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുമ്പോൾ കുഞ്ഞ് ആദ്യം അനുഭവിക്കുന്നത് എഫെക്ഷൻ തന്നെയാണ്. ഇമ്പോർട്ടന്റ്. കുടുംബത്തിൽ അച്ഛനും അമ്മയും കുട്ടിയോടുള്ള സ്നേഹം, സഹോദരങ്ങൾ തമ്മിലുള്ള അടുപ്പം, ഇതെല്ലാം കുടുംബജീവിതത്തെ സന്തോഷകരമാക്കുന്നു. സെക്കൻഡ് വൺ, സുഹൃത്തുക്കൾ തമ്മിലുള്ള അഫെക്ഷൻ ആണ് ഇവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. അത് ഇല്ലെങ്കിൽ സൗഹൃദം ദീർഘകാലം നിലനിൽക്കില്ല. തേർഡ് വൺ, പഠനത്തിൽ അധ്യാപകൻ വിദ്യാർത്ഥികളോട് സ്നേഹത്തോടെയും കരുതലോടെയും പെരുമാറുമ്പോൾ കുട്ടികൾക്ക് പഠനത്തിൽ കൂടുതൽ താല്പര്യം ഉണ്ടാകും. ഫോർത്ത് വൺ, സാമൂഹിക ബന്ധത്തിൽ എഫെക്ഷൻ സമൂഹത്തെ ഒരുമിച്ച് പിടിച്ചു നിർത്തുന്ന വലിയ ശക്തിയാണ്. കരുതലും സ്നേഹവും ഇല്ലാത്ത സമൂഹം തണുപ്പും വിരസവുമാകും. എക്സാമ്പിൾസ്,
അമ്മയുടെ മകനോടുള്ള സ്നേഹം ലോകത്തിലെ ഏറ്റവും ശുദ്ധവും സ്വാർത്ഥരഹിതവുമായ അഫെക്ഷൻ ആണ്. ഒരു നായ തന്റെ ഉടമയെ കണ്ടാൽ കാണിക്കുന്ന സന്തോഷം അതിന്റെ അഫെക്ഷന്റെ തെളിവാണ്. സുഹൃത്തിന് സ്നേഹത്തോടെ സഹായിക്കുന്നതോടുകൂടി അഫെക്ഷൻ തന്നെയാണ്. കൺക്ലൂഷൻ: സ്നേഹം, കരുതൽ, അടുപ്പം ഇവ ഇല്ലെങ്കിൽ മനുഷ്യ ജീവിതം അർത്ഥശൂന്യമാകും. അഫെക്ഷൻ ചെറിയൊരു വാക്ക് മാത്രമാണെങ്കിലും അതിന്റെ മൂല്യം അളവറ്റതാണ്. നമ്മൾ എല്ലാവരും മറ്റുള്ളവരോട് സ്നേഹവും കരുതലും പങ്കുവെക്കുമ്പോഴാണ് ലോകം കൂടുതൽ മനോഹരവും സമാധാനപരവും ആകുന്നത്. Affection is the language of the heart. Thank you, ma'am. Okay, very good. Thank you, ma'am. Next. ഞാൻ പറയാം. നസീറ. Good morning, everyone. Today I am going to speak about beautiful human quality affection. Affection is the gentle feeling of love, care, and warmth. That gentle feeling of love, care, and warmth that we show towards others. It can be expressed through words, gestures, or even silence. After build bond, heal wound, and strengthen relationship. ഞാൻ ഇന്ന് അഫെക്ഷൻ അഥവാ സ്നേഹാഭിമാനത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സ്നേഹം മനുഷ്യബന്ധങ്ങളുടെ അടിസ്ഥാനമാണ്. ഇത് വാക്കുകളിലും പ്രവർത്തികളിലും ഒരൊറ്റ ചിരിയിൽ പോലും പ്രകടിപ്പിക്കാം. സ്നേഹം മനസ്സുകളെ ബന്ധിപ്പിക്കുകയും മുറിവുകൾ സുഖപ്പെടുത്തുകയും ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുകയും ചെയ്യുന്നു. മീനിങ് ഓഫ് അഫെക്ഷൻ. Affection is not just love, it is love expressed in a simple, pure, and caring way. It can be parents caring for their children, friends supporting each other, teachers guiding their students with kindness. Even a smile or touch can show affection. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് സ്നേഹാഭിമാനം എന്നത് സാധാരണ സ്നേഹത്തിന്റെ ഒരു സുതാര്യമായ കരുതലിന്റെ രൂപമാണ്. അത് മാതാപിതാക്കളുടെ മക്കളോടുള്ള സ്നേഹമായിരിക്കാം, സുഹൃത്തുക്കൾ തമ്മിലുള്ള പിന്തുണയായിരിക്കാം, അധ്യാപകർ വിദ്യാർത്ഥികളോടുള്ള കരുതലായിരിക്കാം, ഒരൊറ്റ ആശ്വസിപ്പിക്കുന്ന സ്പർശം വരെ ഇവയെല്ലാം സ്നേഹത്തിന്റെ ഉദാഹരണങ്ങളാണ്. Importance of affection. It strengthens relationship. Affection keeps a familiar friendship and societies united. ബന്ധങ്ങൾ ശക്തമാക്കുന്നു. കുടുംബം, സൗഹൃദം, സമൂഹം എന്നിവ ഒരുമിച്ച് നിലനിർത്തുന്നു. പിന്നെ ബൂസ്റ്റ് മെന്റൽ ഹെൽത്ത്, അതായത് ഫീലിംഗ് ലവ് ആൻഡ് കെയർ ഫോർ റെഡ്യൂസ് സ്ട്രെസ്, ആൻസൈറ്റി ആൻഡ് ലോൺലെസ്. മനസ്സിന്റെ ആരോഗ്യകരം. സ്നേഹം ലഭിക്കുമ്പോൾ വിഷമം, ഏകാന്തതയും കുറയുന്നു. Encourage growth. Children and students learn better when surrounded by affection. വളർച്ചയ്ക്ക് പ്രോത്സാഹനം നൽകുന്നു. സ്നേഹം നിറഞ്ഞ അന്തരീക്ഷത്തിൽ കുട്ടികളും വിദ്യാർത്ഥികളും കൂടുതൽ നല്ല രീതിയിൽ പഠിക്കുകയും വളരുകയും ചെയ്യുന്നു. Promote peace. A society full of affectionate people become more compassionate and peaceful. സമാധാനം വളർത്തുന്ന സ്നേഹമുള്ള ആളുകൾ കരുണയും സഹാനുഭൂതിയും കാണിക്കുന്നു. വേ ഓഫ് അഫെക്ഷൻ. By listening with patience, by offering help in times of need, through small acts of kindness like sharing or comforting, with words like I care for you, don't worry, or I am proud of you. Respecting and value other feelings. സ്നേഹം പ്രകടിപ്പിക്കാനുള്ള വഴികൾ: ക്ഷമയോടെ കേൾക്കുക, സഹായം ആവശ്യമുള്ളപ്പോൾ കൈത്താങ്ങാവുക, ചെറിയ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുക, ഞാൻ നിന്നെ കരുതുന്നു, ഒന്നും പേടിക്കണ്ട പോലെയുള്ള വാക്കുകൾ പറയുക, മറ്റുള്ളവരുടെ വികാരങ്ങളെ മാനിക്കുക. Conclusion. In short, affection is the foundation of human relationship. It does not cost money, but its value in priceless. Let us all try to spread affections in our families, schools, and communities, because when we give affection, we also
receive it back. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സ്നേഹം മനുഷ്യ ജീവിതത്തിന്റെ അടിത്തറയാണ്. അതിന് പണമൊന്നും വേണ്ട, പക്ഷേ അതിന്റെ മൂല്യം അളക്കാനാവാത്തതാണ്. നമ്മുടെ കുടുംബത്തിലും സ്കൂളുകളിലും സമൂഹത്തിലും സ്നേഹം വിതരാൻ നമുക്കെല്ലാവർക്കും ശ്രമിക്കാം. കാരണം സ്നേഹം നൽകുമ്പോൾ അത് നമുക്ക് തിരികെ ലഭിക്കും. താങ്ക് യു. ഇനി നെക്സ്റ്റ് ആരാണ്? നെക്സ്റ്റ് വൺ. Good morning, ma'am. My name is Stacy. Today I am going to talk about affection. Affection is a positive feeling of fondness, warmth, and attachment toward another person, animal, or even a thing, often expressed through behaviors like hugging or gentle touch. അഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് ഫീലിംഗ് ആണ്. അത് നമുക്ക് വേറൊരു പേഴ്സണോട് ആയാലും, അല്ലെങ്കിൽ ഒരു ജീവനില്ലാത്ത വസ്തു ആയാലും, അല്ലെങ്കിൽ നമുക്ക് ആരോട് വേണമെങ്കിലും തോന്നാം. അത് നമുക്ക് എക്സ്പ്രസ് ചെയ്യുന്നത് ഹഗ്ഗയിലൂടെ, അതുപോലെ തന്നെ സൗമ്യമായ സ്പർശനത്തിലൂടെ, അതുപോലെ തന്നെ ടീച്ചർ സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ചെറിയൊരു സ്പർശനത്തിലൂടെ ചെറിയ കുട്ടികളെ നമ്മൾ സ്പർശിക്കുമ്പോൾ അവർക്ക് അത് വല്ലാത്തൊരു ഫീലിംഗ് ആണ്, പോസിറ്റീവ് ഫീലിംഗ് ആണ്. ഇറ്റ് ഈസ് എ ഫോം ഓഫ് ലവ് ദാറ്റ് fosters emotional and physical well-being, can be influenced by hormones like oxytocin, and is vital for healthy relationship and development. ഇതൊരു ഹെൽത്തി റിലേഷൻഷിപ്പിന് വളരെയധികം പ്രചോദനമുള്ളതാണ്, അതിന്റെ ഡെവലപ്മെന്റിന് വളരെയധികം പ്രചോദനമുള്ളതാണ്. Affection, a positive emotion. It is a core. Affection is a state of positive, often intimate regard and fondness for something or someone. അത് പറഞ്ഞു, ഒരു പോസിറ്റീവ് ഇമോഷനാണ്. നമുക്കത് ഒരു ജീവനില്ലാത്ത വസ്തുവിനോടായാലും ജീവനുള്ള മറ്റൊരാളായാലും തോന്നുന്നത് ഒരു ഇമോഷനാണ്. അറ്റാച്ച്മെന്റ് ആൻഡ് കണക്ഷൻ. ഇറ്റ് സിഗ്നിഫൈസ് എ സ്ട്രോങ് കണക്ഷൻ ആൻഡ് അറ്റാച്ച്മെന്റ്, indicating a deep liking and interest in the well-being of the object of affection. ഒരു ഡീപ്പായിട്ടുള്ള ഒരു സ്ട്രോങ് കണക്ഷൻ ഉണ്ടാവും ഈ ഒരു അഫെക്ഷനിലൂടെ. ആ ഒരു ഇപ്പൊ പാരന്റ് ഒരു ചൈൽഡിനോടായാലും, ഒരു അമ്മയും ഒരു മകനായിട്ടുള്ള ഒരു ബന്ധമാണെന്നെങ്കിൽ അവരോട് ഡീപ്പായിട്ടുള്ള ഒരു കണക്ഷൻ ആയിരിക്കും. അവര് ഹഗ് ചെയ്യല്, അതുപോലെ കിസ് ചെയ്യല്, അതൊക്കെ അതിന് വളരെയധികം വളരെ ഇമ്പോർട്ടന്റ് ആയ എക്സാമ്പിൾ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു എക്സാമ്പിൾ തന്നെ പറയാം. ഒരു പാരന്റും ഒരു കുട്ടിയായിട്ടുള്ളത് വളരെ അധികം നല്ല റിലേഷനാണ്. അതുപോലെ എക്സ്പ്രസ് ചെയ്യുന്നത് affection can be shown through various actions such as gentle touch, kiss, hug, or even kind words. Types of affection between pupils തമ്മിലുള്ള, അതായത് ഫാമിലിയിൽ തന്നെ നമുക്ക് affection എല്ലാവരോടും ഉണ്ടായിരിക്കും. പിന്നെ ഫ്രണ്ട്സ്, ഡീപ്പായിട്ടുള്ള ഫ്രണ്ട്സ്, പിന്നെ പാർട്ട്നേഴ്സ്, അതുപോലെ ബിറ്റ്വീൻ ഹ്യൂമൻ ആൻഡ് ആനിമൽസിനോട് തോന്നാം. നമ്മളിപ്പോ പെറ്റ്സ് ആനിമലായിട്ട് ക്യാറ്റ്, ഡോഗ് അങ്ങനെയൊക്കെയുള്ള, അപ്പൊ അതിനൊക്കെ നമുക്ക് വളരെയധികം അഫെക്ഷന്റെ ഫീലിംഗ് ഉണ്ടാവും. ടു ഒബ്ജക്റ്റ്, നോൺ ലിവിങ് തിങ്സിനോടായാലും ഉണ്ടാവും. Conclusion. Affection can be understood as a final outcome or culmination within an affectionate relationship characterized by the depth of the bond, mutual growth, and deep connection achieved through expression of warmth, kindness, and care. Thank you. Okay, very good. Then next one ആരാണ്? ഇനി ആരെങ്കിലും സെമിനാർ അവതരിപ്പിക്കാനുണ്ടോ? ശ്രുതി സെമിനാർ അവതരിപ്പിക്കുന്നില്ലേ? പ്രസന്റ് ചെയ്യുന്നില്ലേ? മാം, ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം മാം. വീട്ടില് ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ 4 ദിവസം കഴിഞ്ഞ് ഇന്നാണ് ക്ലാസ്സിൽ കയറുന്നത്. അതെല്ലേ? ഓക്കെ ഓക്കെ മാം, ഞാൻ ആക്ടിവിറ്റി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആക്ടിവിറ്റി തമ്മിലേ ഞാൻ പറയാം കേട്ടോ, പറയാം. ഓക്കെ ഓക്കെ മാം, ശരി. അപ്പോ ആരെടുക്കല്ലേ, ഞാൻ ഒന്നുകൂടെ പറഞ്ഞിട്ടെ. ഞാൻ ആദ്യം മിസ്സിന്റെ പേര് വിളിച്ചപ്പോ എഴുതി വെച്ച ബുക്ക് കണ്ടില്ല. ഞാൻ എന്തൊക്കെയോ ആയി തോന്നിയതാ പറഞ്ഞേ. എന്താ മനസ്സിലായില്ല? അതിനാ ഇപ്പൊ ആദ്യം എന്റെ പേര് വിളിച്ചപ്പോഴേ ഞാൻ എഴുതി വെച്ച ബുക്ക് കാണാണ്ടായില്ല. ഞാൻ എന്തൊക്കെയോ ആയി തോന്നിയതാ പറഞ്ഞേ. ബുക്ക് കിട്ടി, ഞാൻ പറഞ്ഞോട്ടെ. നന്നായിരുന്നു കേട്ടോ, നന്നായിരുന്നു. ഓക്കെ, അപ്പോ ഈ സ്നേഹം അഥവാ അഫെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് പല ഫോമിലാണ് കിട്ടുക, അല്ലെ? പല സ്ഥലത്തു നിന്നും കിട്ടാറുണ്ടല്ലോ, അല്ലെ? പല ഫോമിൽ എങ്ങനെയാ കിട്ടുന്നേ? പലരിൽ നിന്നും കിട്ടാറുണ്ട്, അല്ലെ? ഉണ്ടോ ഇല്ലയോ? യെസ് ഓർ നോ?
യെസ് മാം. Yes. അല്ലെ? അപ്പോ അത് നമുക്ക് ഇപ്പോ ഒരു വ്യക്തിയിൽ തന്നെ എടുക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫാമിലിയിൽ നിന്നുള്ള അഫെക്ഷൻ ഉണ്ടാവും അല്ലെ? ഫാമിലി, അതായത് അച്ഛൻ, അമ്മ, ബ്രദർ, സിസ്റ്റർ, ആ ഒരു രീതിയിലുള്ള അഫെക്ഷൻ ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളിൽ നിന്നുള്ള അഫെക്ഷൻ ഉണ്ടാകും. അതുപോലെ നമ്മുടെ ഹസ്ബൻഡിൽ നിന്നുള്ള അഫെക്ഷൻ ഉണ്ടാവും. അങ്ങനെ പല ഫോമിലാണ് എന്ത് കിട്ടുക, നമുക്ക് സ്നേഹം കിട്ടുക. അപ്പൊ സ്നേഹം എന്ന് പറയുന്നതിന് ഒരർത്ഥമാണുള്ളത്, പക്ഷെ വ്യത്യസ്ത രൂപങ്ങളിലാണ് അത് നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റുന്നത് അല്ലെ? അപ്പൊ ഈ സ്നേഹം എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിന് ഞാൻ പറഞ്ഞു, നേരത്തെ ഞാൻ വിദ്യാഭ്യാസത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നമ്മളെ തന്നെ മാറ്റിമറിക്കാനായിട്ട് സാധിക്കും അല്ലെ? ഞാന് ഒരു കഥ ഞാൻ പറഞ്ഞു തരാം. ആ കഥ നമ്മുടെ ഈ നീഡ്സ് തിയറിയുമായി ബന്ധപ്പെട്ട്, ഹയറാർക്കിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളതാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഹയറാർക്കി എന്ന് പറയുന്ന ഒരു സംഭവം കിടപ്പുണ്ട്. ഒന്ന് നോക്കി. സെൽഫ് ആക്ച്വലേഷൻ നീഡ്സ്, നീഡ് ടു ഫീൽ കോമ്പീറ്റന്റ്. കണ്ടോ? കാണുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? ഒരു 71 പേജ് നമ്പർ 71 ഉണ്ട്. ഓക്കെ. അപ്പൊ ഞാൻ അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കഥ പറഞ്ഞു തരാം. അതിനെ അഫെക്ഷനോട് എങ്ങനെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നു എന്നൊന്ന് നോക്കുക കേട്ടോ, ഒന്ന് ചിന്തിച്ചു നോക്കുക. അതായത് ഒരു ദിവസം ഒരു സ്ട്രീറ്റില് ഒരു ഭിക്ഷക്കാരനിരുന്ന് ബെഗ് ചെയ്യാണ്. ഓക്കെ, ബെഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ആവശ്യമായിട്ടുള്ള, എന്താ പറയാ, കണ്ടാൽ തന്നെ അറപ്പ് തോന്നുന്ന ഒരു കോലമാണ്. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ക്ഷീണിച്ച്, ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞാല് അത്രയും കീറി പറഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് അയാള് ആ സ്ട്രീറ്റിലിരിക്കുന്നത്. അപ്പൊ ആ സ്ട്രീറ്റില് എന്താ പറയാ, ആളുകളൊക്കെ, അതായത് നന്നായിട്ട് ആളുകളൊക്കെ വരുന്ന ഒരു സ്ട്രീറ്റ് ആണ്, ഒരു സിറ്റി തന്നെയാണ് ആ സ്ട്രീറ്റ് എന്ന് പറയുന്നത്. അപ്പോ അവിടെ അയാളുടെ ബെഗ് ചെയ്യുന്നതിന്റെ തൊട്ടടുത്തായിട്ട് ഒരു കാറ് വന്ന് നിന്നു. ആ കാറിൽ നിന്ന് ഒരു വ്യക്തി ഇറങ്ങിയിട്ട് നടന്നു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇയാളുടെ മുന്നിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അയാള് ചിലപ്പോ അടുത്തുള്ള ഏതെങ്കിലും റെസ്റ്റോറന്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പിലോട്ടോ പോകുന്ന വഴിയായിരിക്കും. അപ്പൊ ആ വ്യക്തിയെ കാണുമ്പോൾ തന്നെ അറിയാം അദ്ദേഹം ഒരു പണക്കാരനായിട്ടുള്ള വ്യക്തിയാണ്. ലക്ഷൂറിയസ് ആയിട്ടുള്ള കാറിൽ നിന്നാണ് അദ്ദേഹം ഇറങ്ങി വരുന്നത്. അപ്പൊ അദ്ദേഹം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് പേഴ്സ് താഴെ വീണു. പക്ഷെ അദ്ദേഹം അത് കണ്ടില്ല. ഈ റിച്ച് ആയിട്ടുള്ള വ്യക്തി അത് ശ്രദ്ധിച്ചിട്ടില്ല. അദ്ദേഹം ഇങ്ങനെ നടന്നു പോവുകയാണ്. പക്ഷെ ബെഗർ ആയിട്ടുള്ള വ്യക്തി, അതായത് ഭിക്ഷക്കാരൻ എന്ത് ചെയ്തു, ഇത് കണ്ടു. ഇത് കണ്ടിട്ട് വേഗം അദ്ദേഹത്തിന് ഫാസ്റ്റ് ആയിട്ടൊന്നും പോവാനായിട്ടൊന്നും പറ്റുന്നില്ല, കാരണം തീരെ അവശനാണ് ആ വ്യക്തി. എന്നിരുന്നാലും അദ്ദേഹം ഓടിച്ചെന്നിട്ട് എന്ത് ചെയ്തു, ആ പേഴ്സ് എടുത്തു. ആ പേഴ്സ് എടുത്തിട്ട് ഈ റിച്ച് ആയിട്ടുള്ള വ്യക്തിയെ വിളിച്ചു, എന്നിട്ട് ഈ പേഴ്സ് കൊടുത്തു. അപ്പോഴാണ് അദ്ദേഹം അറിയുന്നത് തന്റെ പോക്കറ്റിൽ നിന്ന് പേഴ്സ് നഷ്ടമായത്. അപ്പോ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി, വേണം, അതായത് അദ്ദേഹത്തിന്റെ ആ പേഴ്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ അധികം കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതായത് അദ്ദേഹത്തിന് കുറെ അധികം ക്യാഷ് അതിനകത്ത് ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ കുറെ അധികം കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, അങ്ങനെ ധാരാളം കാർഡുകൾ, പിന്നെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രേഖകള്, ഡോക്യുമെന്റുകൾ ഒക്കെ ആ പേഴ്സിൽ ഉണ്ടായിരുന്നു. അപ്പൊ അത് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാല് അദ്ദേഹത്തിന് വളരെയധികം നഷ്ടമുണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോ ഈ ഒരു വ്യക്തി, ഈ ഒരു ഭിക്ഷക്കാരന് വേണമെങ്കിൽ എന്ത് ചെയ്യായിരുന്നു, ആ പണം മുഴുവൻ എടുത്തിട്ട് വേണമെങ്കിൽ പേഴ്സ് അവിടെ ഉപേക്ഷിക്കായിരുന്നു. പക്ഷെ അത് ഈ ഭിക്ഷക്കാരൻ ചെയ്തില്ല. അദ്ദേഹത്തിന്റെ ആത്മാർത്ഥത കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഈ പേഴ്സ് ആ വ്യക്തിക്ക് തിരിച്ചു കൊടുത്തു. ഓക്കെ. അപ്പൊ ഇയാള്, അതായത് റിച്ച് ആയിട്ടുള്ള വ്യക്തി ഭിക്ഷക്കാരനെ ആകമാനം ഒന്ന് നോക്കുകയാണ്, ടോട്ടലായിട്ട് ഒന്ന് ഒബ്സർവ് ചെയ്യണം. അപ്പൊ അദ്ദേഹം തീരെ അവശനാണ്, ഭക്ഷണം കഴിച്ചിട്ട് തന്നെ നാളുകളായി എന്നൊക്കെ ഇയാൾക്ക് മനസ്സിലായി. അങ്ങനെ ഭിക്ഷക്കാരനോട് ചോദിക്കുകയാണ്, താങ്കൾക്ക് വിരോധമില്ലെങ്കിൽ എന്റെ കൂടെ ഒന്ന് വരാമോ എന്ന് ചോദിക്കുകയാണ്. ആര്? റിച്ച് ആയിട്ടുള്ള പേഴ്സൺ. അങ്ങനെ ഇദ്ദേഹം പറയുകയാണ്, വരാമെന്ന് പറയുന്നു. അങ്ങനെ ഈ ഭിക്ഷക്കാരനെയും കൊണ്ട് അദ്ദേഹം നേരെ എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി. വീടെന്ന് പറയാൻ പറ്റില്ല, ഒരു കൊട്ടാരം തന്നെയാണ് അദ്ദേഹത്തിന്റെ വീട്. ഒരു മണിമാളിക പോലെയുള്ള ഒരു സംഭവമാണ്. അത്രയും റിച്ച് ആയിട്ടുള്ള വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിനെ വീട്ടിലേക്ക് കൊണ്ടുപോയി. വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അദ്ദേഹം ആദ്യം കൊടുത്തത് അദ്ദേഹത്തിന് കഴിക്കാനുള്ള ഭക്ഷണമാണ്. ഓക്കെ. വീടിന്റെ അടുക്കളപ്പുറത്തൊന്നും അല്ല കേട്ടോ അദ്ദേഹം ഇരുത്തി ഭക്ഷണം കൊടുത്തത്. അദ്ദേഹത്തിന്റെ ഡൈനിങ് ടേബിളിൽ ഇരുത്തിയിട്ടാണ് എന്ത് ചെയ്തത്, ഈ ഭിക്ഷക്കാരന് ഭക്ഷണം കൊടുത്തത്. അങ്ങനെ സർവൻസ്, അവിടെ 3-4 സർവന്റുകൾ ഉണ്ട്. ആ സർവൻസിൽ 2 പേര് ചേർന്നിട്ടാണ് അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തത്. അങ്ങനെ അദ്ദേഹം ഭക്ഷണം ആർത്തിയോടെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കൈ കഴുകി ഇദ്ദേഹം ഇങ്ങനെ നിൽക്കുവാണ് ഭിക്ഷക്കാരൻ. ഇനി എന്ത് ചെയ്യണം, ഞാൻ പൊക്കോട്ടെ എന്നുള്ള രീതിയിൽ നിൽക്കുവാണ്.
അപ്പോ അദ്ദേഹം ഈ റിച്ച് ആയിട്ടുള്ള വ്യക്തി എന്ത് ചെയ്തു, അദ്ദേഹത്തിനെ വിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, എന്റെ തൊട്ടടുത്ത് ഒരു ഔട്ട് ഹൗസ് ഉണ്ട്, താങ്കൾക്ക് ഇനി മുതൽ അവിടെ താമസിക്കാന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ താമസിക്കാൻ കയറുന്നതിന് മുമ്പായിട്ട് താങ്കൾ ഒരു കാര്യം ചെയ്യണം, ആദ്യം കുളിച്ചൊന്ന് വൃത്തിയാകണം. ഞാൻ ബാർബറോട് വരാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. താങ്കളുടെ മുടിയും അതുപോലെ താടിയും ഒക്കെ ഒന്ന് എടുത്തിട്ട് താങ്കൾ ഒരു നല്ല ഡ്രസ്സ് ഇട്ടിട്ട് വേണം ആ ഔട്ട് ഹൗസിലോട്ട് പ്രവേശിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് സന്തോഷമാവാണ്. കാരണം ഭക്ഷണം മാത്രമല്ല തരുന്നത്, ഡ്രസ്സും കൂടി തരുവാണ്. മാത്രമല്ല തന്റെ ഇത്രയും നാളത്തെ കോലം തന്നെ മാറ്റാനായിട്ട് പോവാണ്. അങ്ങനെ കുളിപ്പിച്ച് അദ്ദേഹത്തിനെ സുന്ദര കുട്ടപ്പനാക്കി. അപ്പൊ ഇദ്ദേഹം തന്നെ ഞെട്ടുവാണ്. കുളിച്ചു കഴിഞ്ഞ് താടിയും ജടയും ഒക്കെ എടുത്ത് മാറ്റിയപ്പോഴും വേറൊരു നല്ലൊരു സുമുഖനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് ഇദ്ദേഹം മാറുന്നു. അങ്ങനെ ഔട്ട് ഹൗസിൽ താമസം ഉറപ്പിച്ചു. അങ്ങനെ ഔട്ട് ഹൗസിൽ കൊണ്ട് താമസിപ്പിച്ചു. പിറ്റേ ദിവസമായി. അപ്പൊ ഭിക്ഷക്കാരൻ ഇദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഇനി ഞാൻ പൊക്കോട്ടെ, താങ്കൾ എനിക്ക് ഒരു ദിവസത്തെ ഭക്ഷണം തന്നു, ഡ്രസ്സ് തന്നു, ഔട്ട് ഹൗസിൽ താമസിക്കാനുള്ളത് തന്നു, ഇനി ഞാൻ നിൽക്കേണ്ട ആവശ്യമുണ്ടല്ലോ, താങ്കൾക്ക് അതൊരു ബാധ്യതയായിട്ട് മാറില്ല എന്ന് വെച്ചപ്പോ, തീർന്നിട്ടില്ല, താങ്കൾ എന്റെ കൂടെ ഒരു സ്ഥലത്തു കൂടി വരണമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഈ ഭിക്ഷക്കാരനെ കൊണ്ട് അദ്ദേഹത്തിന്റെ കമ്പനിയിലേക്ക് പോയി. ആ കമ്പനിയിൽ ചെന്നു അദ്ദേഹത്തിന് പ്യൂണിന്റെ പോസ്റ്റ് കൊടുത്തു. ഓക്കെ, അങ്ങനെ പ്യൂണിന്റെ പോസ്റ്റ് കൊടുത്തപ്പോ ഇദ്ദേഹം പറയുവാണ്, എനിക്കൊന്നും അറിയില്ല, ഞാന് ഭിക്ഷ അയച്ചുകൊണ്ടിരിക്കുന്ന ആളല്ല, എനിക്ക് ഇവിടുത്തെ ജോലികളോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. അപ്പൊ ഇദ്ദേഹം പറയുവാണ്, റിച്ച് ആയിട്ടുള്ള വ്യക്തി പറയുവാണ്, താങ്കൾക്ക് എന്റെ പേഴ്സ് തരാനുള്ള മനസ്സുണ്ടായിട്ടുണ്ടെങ്കിൽ താങ്കൾക്ക് ഇവിടുത്തെ പ്യൂൺ ജോലിയും ചെയ്യാനായിട്ട് പറ്റും എന്ന് പറയാണ്. അങ്ങനെ അദ്ദേഹം കുറെ നാളിവിടെ പ്യൂണിന്റെ ജോലി എടുത്തു. അദ്ദേഹത്തിന്റെ സത്യസന്ധത കൊണ്ടും അദ്ദേഹത്തിന്റെ ആത്മാർത്ഥമായിട്ടുള്ള ജോലി കൊണ്ടും അദ്ദേഹത്തിനെ മാനേജർ പോസ്റ്റിലേക്ക് പ്രൊമോട്ട് ചെയ്യാണ്. ആര്? റിച്ച് ആയിട്ടുള്ള വ്യക്തി. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം അദ്ദേഹം മാനേജർ ആയിട്ട് ജോലി ചെയ്തു. അദ്ദേഹത്തിന്, അതായത് ഇതുവരെ അവരുടെ കമ്പനിക്ക് ഇല്ലാത്ത പ്രോഫിറ്റും കാര്യങ്ങളും ഒക്കെ ഈ ഭിക്ഷക്കാരൻ എന്ത് ചെയ്തു, ഉണ്ടാക്കി കൊടുത്തു. ഓക്കെ, അങ്ങനെ അയാള് എന്ത് ചെയ്തു, ഇയാൾക്ക് തോന്നുവാണ്, റിച്ച് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് തോന്നുവാണ്, ഇനി ഇദ്ദേഹത്തിനെ ഒറ്റയ്ക്ക് വിടാനായിട്ട് പാടില്ല, ഒരു ആളെ കൊണ്ട് ഇയാളെ കല്യാണം കഴിപ്പിക്കണം. അങ്ങനെ ഒരു ലേഡിയെ കണ്ടെത്തി. അത്യാവശ്യം നല്ല, എന്താ പറയാ, നല്ല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ലേഡിയാണ്. അദ്ദേഹത്തിന് കല്യാണം കഴിച്ചു. പിന്നീട് വേറെ വീട് വെച്ച്, അതായത് ഔട്ട് ഹൗസിൽ നിന്ന് താമസം മാറ്റി, മാനേജർ ആകുന്നത് വരെ അദ്ദേഹം ഔട്ട് ഹൗസിലായിരുന്നു താമസിച്ചിരുന്നു. അവിടെ നിന്ന് താമസം മാറ്റി വേറൊരു വീടൊക്കെ വെച്ചു. ഇദ്ദേഹം ഫാമിലി ആയിട്ട് താമസിച്ചു. അങ്ങനെ ദീർഘനാള് അദ്ദേഹത്തിന്റെ സേവനത്തിന് ശേഷം അദ്ദേഹം സ്വന്തമായിട്ട് ഒരു ഫേം സ്റ്റാർട്ട് ചെയ്തു, ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഇദ്ദേഹത്തിന്റെ കൂടെ പിന്തുണയോടുകൂടിയാണ് എന്ത് ചെയ്തത്, ഈ ഭിക്ഷക്കാരൻ എന്ത് ചെയ്തത്, സ്വന്തമായിട്ടൊരു കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്തത്. അത് ഒരു കമ്പനിയിൽ നിന്ന് 2, 3, 4 കമ്പനികളിലേക്ക് വളർന്നു. ലോകപ്രശസ്തനായിട്ടുള്ള ഒരു ബിസിനസ്മാൻ ആയിട്ട് അദ്ദേഹം മാറി. ഓക്കെ, ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? യെസ് മാം. ഈ കഥയിൽ നിന്ന് എന്താ മനസ്സിലായത്? ഈ കഥയിൽ നിന്ന് കൊണ്ടല്ല ഒരാളെ വിലയിരുത്തേണ്ടത്, മറിച്ച് ഒരു വ്യക്തിയുടെ പുറംചിട്ട, അതായത് വേഷം, രൂപം, വസ്ത്രധാരണം കൊണ്ടല്ല ഒരാളെ വിലയിരുത്തേണ്ടത്, മറിച്ച് ആ വ്യക്തിയുടെ നല്ല സ്വഭാവവും വ്യക്തിത്വവുമാണ് അദ്ദേഹത്തെ വിലപ്പെട്ടവനാക്കുന്നത്. അതായത് പുറം അലങ്കാരങ്ങളെക്കാൾ ആന്തരിക ഗുണങ്ങൾ, സത്യസന്ധത, കാരുണ്യം, വിനയം, സഹാനുഭൂതി എന്നിവയാണ് മനുഷ്യനെ മനോഹരമാക്കുന്നത് എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലായത്. മനസ്സിലായത് പറഞ്ഞോളൂ കേട്ടോ. സത്യസന്ധതയാണ് എല്ലാത്തിനും. അസീന പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരാളെ കണ്ടിട്ട് വിലയിരുത്താൻ പറ്റില്ല. എല്ലാവർക്കും അവരുടേതായ മനസ്സിനുള്ള ശക്തിയും കാര്യങ്ങളും എല്ലാം ഉണ്ടാകും. എന്താണ്, നല്ല സത്യസന്ധതയുള്ളവനായിരിക്കാം, പക്ഷെ ഇടാൻ ഡ്രസ്സ് ഇല്ലാതെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലായിരിക്കാം. അതുകൊണ്ടാകാം അങ്ങനെ ആയത്. നല്ല സത്യസന്ധതയുള്ള ഒരു വ്യക്തിയാണ് അയാൾ. അതുകൊണ്ടാണ് അതിന് അത്രയും മുന്നേറ്റം ലഭിച്ചത്. നമ്മൾ എപ്പോഴും സത്യസന്ധതയിൽ മാത്രം ഉറച്ചു നിൽക്കുക. നമുക്കപ്പോ കഴിവ് നമുക്ക് തന്നെ ഉണ്ടാകും. ഓക്കെ മാം. ഓക്കെ, ഇനി ആർക്കാണ് പറയാനുള്ളത്? ഈ കഥ കേട്ടിട്ട് പറയാം. സച്ചിന. സ്നേഹവും കരുതലും കൊണ്ട് ഒരാൾ എത്രമാത്രം സക്സസ്ഫുൾ ആക്കാം എന്ന്.
അതാണ് ഞാൻ അതിലേക്കാണ് വന്നത്. അതായത് ഈ ഒരു അഫെക്ഷനുമായി ബന്ധപ്പെട്ട് ഈ കഥക്ക് റിലേഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, ഒരു കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലേ. അതായത് ഒരാളെ സ്നേഹം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. തെരുവില് ബെഗ് ചെയ്തുകൊണ്ടിരുന്ന ഭിക്ഷക്കാരനായിട്ടുള്ള ഒരു വ്യക്തി ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു കമ്പനിയുടെ ഓണറായിട്ട് മാറിയിട്ടുള്ളത് ആ റിച്ച് ആയിട്ടുള്ള വ്യക്തി കൊടുത്ത സ്നേഹവും കരുതലും കൊണ്ടാണ് അല്ലെ. വേണമെങ്കിൽ ആ വ്യക്തിക്ക് എന്ത് ചെയ്തായിരുന്നു, പേഴ്സ് തിരിച്ചു കൊടുത്തു, അതായത് പേഴ്സ് അദ്ദേഹത്തിന് കൊടുത്തു, താങ്ക്സ് പറഞ്ഞ് തിരിച്ചു പോവായിരുന്നു, അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്ത് ഒരു വസ്ത്രം കൊടുത്ത് തിരിച്ചയക്കാമായിരുന്നു. പക്ഷെ അദ്ദേഹം അത് ചെയ്തില്ല അല്ലെ. ആ റിച്ച് ആയിട്ടുള്ള വ്യക്തിക്ക് എന്തോ ഒരു സ്പാർക്ക് തോന്നിയിട്ടുണ്ട്, ഈ ആള് നാളെ ലോകം അറിയുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ നല്ല മനസ്സുകൊണ്ട്, രണ്ടുപേർക്കും നല്ല രീതിയിലുള്ള നല്ല മനസ്സുണ്ട്. അപ്പൊ ആ ഒരു എന്താ പറയാ സ്നേഹം അല്ലെങ്കിൽ നല്ല മനസ്സുകൊണ്ട് മറ്റേ വ്യക്തിയെ നന്നാക്കി എടുക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഒരാൾക്ക് നമ്മൾ സ്നേഹം കൊടുക്കുന്നു, കെയർ കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് ആ വ്യക്തിയെ തീർച്ചയായിട്ടും മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്കും ഉള്ളിൽ സ്നേഹം വേണം കേട്ടോ, എന്നാൽ മാത്രമാണ് എന്ത് ചെയ്യുക, നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. ചില വ്യക്തികളൊന്നും നമുക്ക് അപ്പാടെ മാറ്റാനായിട്ട് സാധിച്ചെന്ന് വരില്ല. പക്ഷെ ഭൂരിഭാഗവും 90% നമുക്ക് ഏതൊരു എന്താ പറയാ ഭയങ്കര ആക്രമണകാരിയായ വ്യക്തിയെ പോലും നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും എന്നാ പറയുന്നത്. പറഞ്ഞോളൂ ശ്രുതി. മാം ഇപ്പൊ പറഞ്ഞ സ്റ്റോറി ഉണ്ടല്ലോ, അത് തമിഴിലൊരു മൂവി ഉണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞ ആ മൂവി ഇവിടെ കണക്ട് ചെയ്ത് വരികയായിരുന്നു. പക്ഷെ ആ മൂവിയിലെ സ്റ്റോറി വേറെയാണ്. എന്താന്ന് വെച്ചാൽ ഇതുപോലെ ഹെൽപ്പ് ചെയ്ത് ഒരാളെ ആ വ്യക്തി ചതിക്കണേണ്, കൂടെ നിന്ന് ചതിക്കും. അപ്പൊ ഇതില് മനസ്സിലായത് എന്താന്ന് വെച്ചാൽ ആ ബെഗർ ഹോണസ്റ്റി ആയിട്ട് ഉള്ളത് കൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്ത്. അപ്പൊ അതും ഇമ്പോർട്ടന്റ് അല്ലേ മാം? അപ്പൊ ആ മൂവിയിൽ കാണിക്കുന്നത് ഇതുപോലെ ഒരാൾ ഇങ്ങനെ സെയിം ആണ്, പേഴ്സ് കളഞ്ഞുപോയി എടുത്തു കൊടുത്തപ്പോ കമൽഹാസനാണ് ആക്ടർ, വിളിച്ചോണ്ട് പോകും, കൂടെ വീട്ടിൽ കൊണ്ടുപോയി ഫുഡും കൊടുത്ത് എല്ലാം ചെയ്ത് തന്റെ ബെഡിൽ തന്നെ കിടത്തി അത്രയും ചെയ്തിട്ട്, പക്ഷെ അവൻ ഇവനെ ചതിക്കും. ഇവന്റെ സ്വത്തുകൾ മൊത്തം എഴുതിയെടുത്ത് അവസാനം ഇവൻ ലാസ്റ്റ് ഒരുപാട് കഷ്ടപ്പെടുന്ന ആ ഒരു സിറ്റുവേഷനിൽ എത്തും. അപ്പോ ആ ബെഗർ ഹോണസ്റ്റി ആയിട്ടുള്ളത് കൊണ്ടായിരുന്നു അവനിപ്പോ നല്ലൊരു ലൈഫ് കിട്ടിയത്. അപ്പൊ എനിക്കതാ മനസ്സിലായത്. അപ്പോ ഈ ഒരു കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം, നമുക്ക് സ്നേഹം അഥവാ കെയർ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ മനുഷ്യരെ മാറ്റാനായിട്ട് സാധിക്കും കേട്ടോ. ആ ഒരു ഇതാണ് ഇതിനകത്ത് ഉള്ളതെന്ന് പറയുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു പലരിൽ നിന്നും നമുക്ക് സ്നേഹം കിട്ടാറുണ്ടെന്ന് പറഞ്ഞു. പല ഫോമിലാണ് നമുക്കത് കിട്ടുന്നത്. ഒരേപോലെ ആയിരിക്കില്ല, വ്യത്യസ്ത രൂപങ്ങളിലായിരിക്കും നമുക്ക് അച്ഛനമ്മമാരിൽ നിന്നും ഹസ്ബൻഡിൽ നിന്നും കുട്ടികളിൽ നിന്നൊക്കെ സ്നേഹം കിട്ടുക അല്ലെ. അപ്പൊ ഈ സ്നേഹത്തിന്, അതായത് നമ്മൾ കൊടുക്കുന്ന സ്നേഹത്തിന് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കരുതലിന് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു അംഗീകാരങ്ങൾക്ക് ഒരു എന്താ പറയാ വിലയുണ്ടെന്ന് മനസ്സിലാക്കണം. അതായത് സ്നേഹം സ്വീകരിക്കുന്ന വ്യക്തിക്ക് തോന്നണം, എനിക്ക് അവര് സ്നേഹം തരുന്നുണ്ട്, അപ്പൊ അവര് പ്രതീക്ഷിക്കുന്ന രീതിയിൽ, അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഞാൻ മാറണ്ടേ, ഓക്കെ, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഞാൻ എന്തെങ്കിലും അച്ചീവ് ചെയ്യണ്ടേ എന്നുള്ളൊരു തോന്നൽ വേണം. അത് നമ്മുടെ ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ടും കാര്യങ്ങളും, അതായത് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും, ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ തയ്യാറെടുക്കുന്ന കുട്ടികളുണ്ട്, ഉദ്യോഗാർത്ഥികളുണ്ട്. അവരിലെ ഭൂരിഭാഗം പേരും എന്താ പറയാ, ചിലപ്പോ ആ ഒരു എക്സാമിന് ജയിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ കുറച്ചു പേര് മാത്രമാണ് പാസ് ഔട്ട് ആയി പോകുന്നത്, അല്ലെങ്കിൽ അവർക്ക് ജോലിയൊക്കെ കിട്ടുന്നത്. അപ്പൊ അവര് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ട് അവർക്ക് ഉണ്ടായിരുന്നു. ഫാമിലി അവരുടെ കൂടെ നിന്നു. കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല നിങ്ങള്, ഫാമിലി അവരുടെ കൂടെ നിന്നു, അതുപോലെ ഹസ്ബൻഡ് കൂടെ നിന്നു, അതുപോലെ അച്ഛനമ്മമാര് കൂടെ നിന്നു. അവരുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ പഠിച്ചു, എന്റെ ഡ്യൂട്ടി ഞാൻ ചെയ്തു, പക്ഷെ അവരുടെയും കൂടി സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ നിലയിൽ എത്താനായിട്ട് സാധിച്ചത്. അങ്ങനെ പറഞ്ഞത് കേട്ടിട്ടുണ്ടോ നിങ്ങള്? കേട്ടിട്ടുണ്ടോ? ഉണ്ടല്ലേ. അപ്പോ ആ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ആ ഒരു കെയർ, സ്നേഹത്തിന് അത്രയും അധികം ഇമ്പോർട്ടൻസ് ആണ് ഒരു വ്യക്തിയിൽ ഉണ്ടാക്കുക. ഓക്കെ, ഏതൊരു വ്യക്തിയിലായാലും കേട്ടോ. നമ്മളൊരു കാര്യം നമ്മൾ സക്സസ് ആകുന്നെങ്കിൽ അത് നമ്മൾക്ക് ചിലപ്പോൾ ഒറ്റയ്ക്ക് ചിലപ്പോൾ ചെയ്യാനായിട്ട് സാധിച്ചെന്ന് വരില്ല. നമ്മുടേതായിട്ടുള്ള എഫേർട്ട് ഇടണം, അത് വേറെ കാര്യം, ഹാർഡ് വർക്ക് ചെയ്യണം. പക്ഷെ നമ്മളെ പിന്താങ്ങാൻ അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറ്റ് പല വ്യക്തികളോ ആളുകളോ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് മുന്നേറാനായിട്ട് സാധിക്കുക. പിന്നെ അതുപോലെ തന്നെ സ്നേഹത്തിന് പല രൂപങ്ങളുണ്ടെന്ന് പറയുന്നു. നമുക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് പ്രശ്നത്തിൽ അകപ്പെടുന്ന സമയത്ത്
നമ്മളുടെ കൈ പിടിക്കാൻ ഒരാളുണ്ടെങ്കിൽ, അല്ലെ? ഒരു ടച്ച് എന്ന് പറയുന്നത് ഒരു സംഭവം, ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. നമ്മൾ ഭയങ്കരമായിട്ട് കരഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾ ആശ്വസിപ്പിക്കാൻ ഒരു ടച്ച് മതി, അല്ലെ? ഒരു ഹാൻഡിൽ, അതായത് ഒരു കൈ ഒന്ന് നമ്മുടെ അയാളുടെ, അതായത് ആ വിഷമിച്ചിരിക്കുന്ന വ്യക്തിയിൽ ഒന്ന് അമർത്തി പിടിച്ചാല് ചിലപ്പോ അത് അയാളുടെ വിഷമങ്ങളൊക്കെ മാറ്റാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പതുക്കെ ഒന്ന് മുടിയിൽ തലോടുക, അല്ലെങ്കിൽ പറയുക, ഒന്നുമില്ല, ഒന്നുമില്ല ടാഡ്, സാരമില്ല, എല്ലാം ശരിയാകും, അങ്ങനെ നിന്റെ കൂടെ ഞാനുണ്ട്. അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങളുണ്ട്, വെർബൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. നിന്റെ കൂടെ ഞാനുണ്ട്, നമുക്കെല്ലാം ശരിയാക്കാം. ആ ഒരു പറയലിന് പ്രത്യേകിച്ച് എന്താ പറയുക, പ്രത്യേകമായിട്ടൊരു പവർ ഉണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്താണ്, സ്നേഹമാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളായാലും, ഇപ്പൊ നമ്മളെ മനസ്സിലാക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മളോടൊപ്പം ഉള്ളത്, എന്തെങ്കിലും ഇപ്പോ ചിലപ്പോ നമ്മൾക്ക് ചിലപ്പോ കറക്റ്റ് ആയിട്ട് ചിലപ്പോ അവർക്ക് അവരുടെ സമയത്തിന് ഫുഡ് കൊടുക്കാനൊക്കെ സാധിച്ചില്ലെന്ന് വരും. ചില കുട്ടികൾ വയലന്റ് ആവാറുണ്ട്. സ്കൂള് വിട്ടൊക്കെ വരുമ്പോൾ ഫുഡൊക്കെ കൊടുക്കാൻ, അതായത് നമ്മള് ചിലപ്പോ കറക്റ്റ് സമയത്ത് അവർക്ക് കൊടുത്തില്ലെങ്കിൽ ചില കുട്ടികൾ വയലന്റ് ആവാറുണ്ട്. ആ സമയത്ത് ഈ അമ്മ കാരണം പറയാണ്, അമ്മ ഒരിടത്ത് പോയിട്ടുണ്ടായിരുന്നു, വന്നപ്പോ വൈകി, അതുകൊണ്ട് നിനക്ക് സ്നാക്സ് ഉണ്ടാക്കാൻ പറ്റിയില്ലെന്ന് പറയുമ്പോൾ, അത് സാരമില്ല കേട്ടോ അമ്മേ, അത് സാരമില്ല, നമുക്കത് പിന്നെ ശരിയാക്കാം, കുഴപ്പമില്ല, ഞാൻ വേറെ എന്തെങ്കിലും കഴിച്ചോളാം അമ്മേ എന്ന് പറയുമ്പോൾ അത് സ്നേഹത്തിന്റെ മറ്റൊരു ഫോമാണ്. അപ്പോ ഇത്തരത്തിലുള്ള എന്താ പറയുക, കെയർ കാര്യങ്ങൾ എല്ലാ വ്യക്തിയിലും കിട്ടുന്നുണ്ടാവണം, അല്ലെങ്കിൽ കിട്ടിയിരിക്കണം. അപ്പോഴാണ് അവർക്ക് മുന്നോട്ട് വരാനായിട്ട് സാധിക്കുക. ഓക്കെ. അതുപോലെ തന്നെ ഒരു കുട്ടിയെ സംബന്ധിച്ചാണെങ്കിൽ, ഒരു കുട്ടി സ്കൂളിൽ പഠിക്കുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ. അപ്പൊ അവിടെ ഒരു പ്രോഗ്രാം നടക്കുവാണ്. അപ്പോ അത് കുറച്ച്, ആ കുട്ടി എന്ന് പറയുന്നത് കുറച്ച് ബാക്ക്വേർഡ് നിൽക്കുന്ന കുട്ടിയാണ്, അത്രയധികം ഒരു ആവറേജ് സ്റ്റുഡന്റ് ആണ് നമുക്ക് പറയാൻ വേണമെങ്കിൽ. പക്ഷെ ടീച്ചർ ആ കുട്ടിയെ ഐഡന്റിഫൈ ചെയ്ത് ആ കുട്ടിയെ തന്നെ തിരഞ്ഞെടുത്ത് ആ കുട്ടിയോട് പറയുവാണ്, നീ ഇന്ന് ഈ പ്രോഗ്രാമിന് നീ വെൽക്കം സ്പീച്ച് പറയണം എന്ന് പറയാണ്. അപ്പൊ ആ ടീച്ചർക്ക് എന്തെങ്കിലും ഒരു കാര്യം ആ കുട്ടിയിൽ അനുഭവപ്പെട്ടിട്ടുണ്ടാവും. ആ കുട്ടി നല്ല രീതിയിൽ പഠിക്കാൻ കുറച്ച് ആവറേജ് ആണെങ്കിലും അവന് നല്ല രീതിയിൽ സംസാരിക്കാനുള്ള കഴിവുണ്ടെന്ന് ചിലപ്പോൾ ആ ടീച്ചർ കണ്ടെത്തിയിട്ടുണ്ടാവാം. ചിലപ്പോൾ ഒതുങ്ങി കൂടി നിൽക്കുന്ന കുട്ടിയായിരിക്കാം അത്. പക്ഷെ ആ ഒരു ദിവസത്തെ പ്രോഗ്രാം കൊണ്ട് ചിലപ്പോ നല്ല രീതിയിൽ അവൻ പ്രസംഗിച്ച് സ്റ്റാർ ആയിട്ട് വരെ മാറാം. ഓക്കെ. അപ്പോ എല്ലാവരും അങ്ങനെ കുട്ടിയോട് പറയുവാണ്, നിന്റെ പ്രസംഗം, നിന്റെ വെൽക്കം സ്പീച്ച് നന്നായിരുന്നു, നന്നായിട്ട് ചെയ്തു, നീ എവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുവായിരുന്നു ഇതൊക്കെ, എന്തിനാണ് ഇങ്ങനെ ഒതുങ്ങിക്കൂടിയിരിക്കുന്നതെന്ന് എല്ലാവരും അങ്ങനോട്, സൂപ്പർ ആയിരുന്നു എന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുമ്പോൾ ആ കുട്ടിക്ക് എന്ത് കിട്ടുവാണ്, കോൺഫിഡൻസ് വരുവാണ്, അല്ലെ? ഇനിയും എനിക്കത് ചെയ്യാം, ഞാൻ ചെയ്തത് നന്നായിട്ടുണ്ട്. അപ്പൊ കുട്ടി മുന്നോട്ട് വരുവാണ്. ആ കുട്ടി അത്രയും നാൾ ഒതുങ്ങി കഴിഞ്ഞിരുന്ന ആ കുട്ടി ആ ടീച്ചറിന്റെ കെയറും സ്നേഹവും കൊണ്ട് ഒരു പ്രോഗ്രാം അവതരിപ്പിച്ച് ആ പ്രോഗ്രാമിലൂടെ ഫേമസ് ആയിട്ട് മാറുന്നു. ആ കുട്ടി പിന്നീട് ആ കുട്ടി കോൺഫിഡന്റ് ആയിട്ട് മുന്നോട്ട് വരുന്നു. പല കാര്യങ്ങളിലും ആ കുട്ടിക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ അപ്പോ ഇത്തരത്തിലുള്ള, അതായത് അവസരങ്ങളും നമുക്ക് സ്നേഹത്തിന്റെ രൂപത്തിൽ മാറ്റിയെടുക്കാം. പലതരത്തിലുള്ള അവസരങ്ങൾ കൊടുക്കുന്നതിലൂടെ അതിൽ നമുക്ക് സ്നേഹമാണെന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോ ഇത്തരത്തിലുള്ള, അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരാളെ തന്നെ മാറ്റിമറിക്കാനും അവരിൽ കോൺഫിഡൻസ് ഉണ്ടാക്കാനും അവരിൽ പുതിയ പുതിയ കാര്യങ്ങൾ ക്രിയേറ്റ് ആയിട്ട് ചിന്തിപ്പിക്കാനൊക്കെ എന്തിന് സാധിക്കും, സ്നേഹം എന്ന് പറയുന്ന ആ ശക്തിക്ക് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ. അപ്പൊ കുറച്ചും കൂടി കാര്യങ്ങൾ പറയാനുണ്ട്, അത് ഞാൻ ഇനി അടുത്ത ക്ലാസ്സിൽ പറയാം. ടീച്ചേഴ്സിനെ കുറിച്ച് നിങ്ങൾ എഴുതിയത് എനിക്കൊന്ന് കേൾക്കണമായിരുന്നു. എല്ലാവരും എഴുതിയിട്ടുണ്ടോ റോൾ മോഡൽ? യെസ് മാം. ഓക്കെ. അപ്പൊ ശ്രുതി സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. Okay, ma'am. Okay. Good morning, everyone. I am Shruti Suresh. I am well. I hope you will be also well. I am going to talk about my favorite teacher. Before that, I would like to say thank you to Ashwati ma'am, because who gave me this opportunity to speak in front all of you. So let's start. Teachers are the guiding lights of our life. I am going to talk about the most important teacher in my life, my mother. The proverb says, a mother is a child's first teacher and her lessons last a lifetime. And it's true. My mother taught me how to walk, how to talk, and how to behave. She taught
me good values and principles and help me develop my character. My mother is always there for me, guiding me, supporting me, and encouraging me. She teaches me how things every day and helps me learn from my mistakes. She is my role model, my inspiration, and my best friend. I look up to her and I want to be like her when I grow up. So, let us all take a moment to appreciate our mothers. Let us thank them for all that they do for us. Let us show them love, respect, and gratitude. In conclusion, I would like to say that my mother is not only my first teacher, but also my forever teacher. I am grateful to have her in my life. Thank you. Have a great day. Thank you, ma'am. ഓക്കെ, നന്നായിരുന്നു കേട്ടോ. Thank you, ma'am. ഓക്കെ, ഇനി ആരാണ്? സജ്ജന. മിസ് ഞാൻ ഒരു ലെറ്റർ ആയിട്ട് എഴുതിയേക്കണേ കേട്ടോ മിസ്സിന്. എന്താണ് ലെറ്ററോ? ലെറ്റർ ഫോമിൽ എഴുതിയേക്കണേ. ലെറ്റർ ഫോമിൽ അല്ലേ? ഓക്കെ ഓക്കെ, വായിച്ചോളൂ കേട്ടോ. എന്റെ STI മിസ്സിന്. ഞാൻ കുറച്ചു ദിവസമായി ആലോചിക്കുമായിരുന്നു മിസ്സേ, എപ്പം മുതലാ എനിക്ക് മിസ് പ്രിയപ്പെട്ടു തുടങ്ങിയെന്ന്. സത്യം പറയാലോ, കോളേജ് ലൈഫ് കഴിഞ്ഞപ്പോഴാണ് മിസ് എത്ര കെയറിംഗ് ആണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. പ്രായത്തിന്റെ കുറുമ്പ് കാണിച്ചപ്പോഴൊക്കെ ശാസിക്കാതെ ചെറിയ കളിയാക്കലുകളിൽ ഒതുക്കിയതും, ജയിക്കില്ലെന്ന് ഉറപ്പുണ്ടായിട്ടും പ്രോഗ്രാംസിന് പങ്കെടുക്കാൻ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലൊക്കെ സ്വന്തം ചെലവിൽ അയച്ചതും ഇന്ന് ഞാൻ ഓർക്കുന്നു. മിസ് കാരണമാണ് ഞാൻ ആദ്യമായിട്ട് ഒരു കോമ്പറ്റീഷന് പങ്കെടുക്കുന്നത്, ആദ്യമായിട്ട് സ്റ്റേജിൽ കയറിയത്. മൊബൈൽ ഫോൺ പ്രിൻസിപ്പൾ പിടിച്ചപ്പോഴൊക്കെ തിരികെ മേടിച്ചു തന്നതും, ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ കോളേജിൽ വിടാൻ എന്റെ കെട്ടിയോനെ വിളിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞതും, അറ്റൻഡൻസ് ഷോർട്ടേജ് വന്നപ്പോൾ മിസ്സിന്റെ ക്ലാസ്സിനൊക്കെ എനിക്ക് അറ്റൻഡൻസ് ഇട്ട് തന്നതും, വൈവ എക്സാമിന് വന്ന ടീച്ചേഴ്സിനോട് എനിക്ക് വേണ്ടി റിക്വസ്റ്റ് ചെയ്തതും, എനിക്ക് വേണ്ടി ജൂനിയർ കുട്ടിയെ കൊണ്ട് പ്രോജക്റ്റ് എഴുതിപ്പിച്ച് തന്നതും ഞാൻ എന്നും നന്ദിയോടെ ഓർക്കുന്നു മിസ്സേ. എന്റെ ലൈഫിൽ എന്നും നല്ലൊരു മാതൃകയായി മിസ് ഉണ്ടാകുന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. സ്നേഹത്തോടെ, സജന. ഓക്കെ, വെരി ഗുഡ്. ഇനി ആരാണ്? മിസ് മലയാളത്തിൽ പറയാൻ പറ്റോ? മലയാളത്തിൽ പറയാലോ. ഞാൻ പറഞ്ഞല്ലോ, മലയാളമോ ഇംഗ്ലീഷോ നിങ്ങൾക്ക് ഉപയോഗിക്കാന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നെ ഏറ്റവും സ്വാധീനിച്ച ടീച്ചറിന്റെ പേര് പറയാൻ പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു പ്രത്യേക ഒരു ടീച്ചർ ഇല്ല. ഞാൻ 12ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്, മദ്രസയിൽ 8ാം ക്ലാസ് വരെയും പോയിട്ടുണ്ട്. അധ്യാപകരുടെ ഭാഗത്തു നിന്നും മോശം അനുഭവം ഉണ്ടായിട്ടുള്ളവരുടെ വേദനകൾ കേൾക്കുമ്പോൾ ഞാൻ വളരെ ഭാഗ്യവതിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഒരു അനുഭവം ആരിൽ നിന്നും നേരിടേണ്ടി വന്നിട്ടില്ല. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് എൻ്റെ ജനനം. അതുകൊണ്ട് പുസ്തകങ്ങൾ വരെ മറ്റുള്ളവരുടെ പഴയത് വാങ്ങിയിട്ടാണ് ഞാൻ പഠിച്ചിരുന്നത്. അവർ ഫിൽ ചെയ്ത പ്രാക്ടീസ് ബുക്കൊക്കെ മായ്ച്ചിട്ടാണ് ഞാൻ പ്രാക്ടിക്കലൊക്കെ ചെയ്തിരുന്നത്. പഠിക്കുക എന്നത് എനിക്കിഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു. ഞാനത് കൂടുതൽ നന്നാക്കാൻ ശ്രമിച്ചു. അതിനെൻ്റെ അധ്യാപകർ എന്നെ സഹായിച്ചു. പഠനത്തിൽ മാത്രമല്ല, കലാകായിക രംഗത്തും എൻ്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് സപ്പോർട്ട് നൽകി സഹായിച്ചത് എൻ്റെ അധ്യാപകരാണ്. അധ്യാപകർ വഴക്ക് പറഞ്ഞാൽ നമുക്ക് സ്വന്തം അച്ഛനമ്മ വഴക്ക് പറയുന്നത് പോലെ ആയിരുന്നു. നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ മാത്രം അന്ന് സാധിച്ചിരുന്നു. ആ കാലത്ത് ഒരു വിദ്യാർത്ഥിയായതിൽ ഇന്ന് ഞാൻ സന്തോഷിക്കുന്നു. എന്നെ സഞ്ജയിക സ്വരൂപിച്ച് ടൂർ പോവാൻ ഹെൽപ്പ് ചെയ്ത അനിൽ മാഷിനെയും, മാത്സിൽ സപ്പോർട്ട് ചെയ്ത ശ്രീ ടീച്ചറെയും, പ്രീതി മിസ്സിനെയും, അങ്ങനെ എന്നെ സ്നേഹം കൊണ്ട് സ്വാധീനിച്ച ഒരുപാട് ടീച്ചർമാരാൽ സമ്പന്നരാണ് ഞാൻ. കഴിഞ്ഞ ഐശ്വര്യധാന? കഴിഞ്ഞു മാം. നന്നായിരുന്നു കേട്ടോ. താങ്ക് യു. Then next one. മാം, ഞാൻ പറയാം. എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ്. ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു അധ്യാപകനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ റോൾ മോഡൽ ടീച്ചർ എന്ന് പറയുന്നത് എൻ്റെ കളരി ആശാനാണ്. അന്ന് കളരിയിലാണ് പഠിച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നഴ്സറി ഇതൊക്കെ വന്നത്. ഇന്നത്തെ പോലെ സജ്ജീകരിച്ച ക്ലാസ് റൂം ആയിരുന്നില്ല അന്നത്തെ കളരി. ഒരു ചെറിയ കെട്ടിടം, ഒറ്റമുറി മാത്രം, മേശയും കസേരയും ഒന്നുമില്ല. നിലത്ത് പായ വിരിച്ച് അതിൽ ചമ്രം പടിഞ്ഞിരുന്നാണ് അക്ഷരങ്ങൾ കുറിച്ചിരുന്നത്. മണലിലെ വിരലുകൾ കൊണ്ട് അക്ഷരങ്ങൾ കോറിയാണ് പഠനം തുടങ്ങിയത്. ആദ്യ അക്ഷരം കുറിച്ചത് തന്നെ ദ എന്ന അക്ഷരമാണ്. ആശൻ കൈ പിടിപ്പിച്ച് എഴുതി കാണിച്ച ശേഷം ഞങ്ങൾ തന്നെ എഴുതി പറഞ്ഞു പഠിക്കുകയായിരുന്നു. എഴുതാൻ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു.
അത് ഇന്നും എൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു നിൽക്കുന്നു. ആ എഴുതാൻ ഒത്തിരി പാടുപെട്ട് അതിനൊത്തിരി വഴക്ക് ശകാരങ്ങൾ കേട്ടിട്ടുണ്ട് ആ എഴുതാൻ വേണ്ടി. ക്ലാസ് കഴിഞ്ഞാൽ അടുത്ത് ഒരു ചായക്കട ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ആശാന് ചായ വാങ്ങുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ചായ വാങ്ങിത്തരുമായിരുന്നു. എല്ലാവർക്കും ഒരേ നുറുക്ക്, പിന്നെ 10-15 കുട്ടികളുണ്ട്. അതിൽ എല്ലാവരെ കൊണ്ടും ഈ ചായ ഒരേ നുറുക്ക് ഇതെങ്ങനെ കുടിപ്പിക്കുമായിരുന്നു. ആ ചായയുടെ രുചി ഇന്നും എൻ്റെ നാവിൻ തുമ്പിൽ മായാതെ നിൽക്കുന്നു. ആശാൻ എല്ലാവരോടും തുല്യതയോടെയും സ്നേഹത്തോടെയും കരുതലോടെയും പെരുമാറി. മിക്ക കുട്ടികളും പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. എങ്കിലും ഓരോരുത്തരെയും ഒരേപോലെ കാണുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു. ഗുരുദേവോ ഭവ, ഗുരു ദൈവസ്വരൂപനാണ് എൻ്റെ കളരി ആശാൻ. ഇതിൻ്റെ യഥാർത്ഥ ഒരു മാതൃകയാണ്. അറിവിനൊപ്പം സ്നേഹവും ക്ഷമയും ജീവിത മൂല്യങ്ങളും അദ്ദേഹം ഞങ്ങൾക്ക് നൽകി. എൻ്റെ കളരി ആശാൻ വെറൊരു അധ്യാപകൻ മാത്രമല്ല, എൻ്റെ മാർഗദർശിയും പ്രചോദനവും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ സ്നേഹം, കരുതല്, മണലിൽ കൈ പിടിപ്പിച്ച് എഴുതിച്ച പാഠഭാഗങ്ങള്, ചായയുടെ രുചി, ഇവയെല്ലാം ഇന്നും എൻ്റെ മനസ്സിൽ നിലകൊള്ളുന്നു. താങ്ക് യു മാം. ഇന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം മരിച്ചുപോയി. ഞാൻ 10 പഠിക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ മരണം. ഇടയ്ക്കൊക്കെ വീട്ടിൽ വരുമായിരുന്നു. അദ്ദേഹം അന്ന് പഠിപ്പിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് അത്യാവശ്യം നല്ല പ്രായം ഉണ്ടായിരുന്നു. ഇന്നും മായാതെ അങ്ങനെ നിൽക്കുന്ന മനസ്സിൽ ഓർമ്മകൾ. ഓക്കെ മാം, താങ്ക് യു. മാം, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനിച്ച ടീച്ചർ പുഷ്പ ടീച്ചറാണ്. ആ ടീച്ചർ ഇന്നില്ല. ക്യാൻസർ എന്ന രോഗം ബാധിച്ച ടീച്ചർ മരണപ്പെട്ടു. എല്ലാവരോടും സൗമ്യമായി പെരുമാറുന്ന ടീച്ചറാണ്. നമ്മളെ എല്ലാവരെയും സ്വന്തം മക്കളായി കണ്ടിരുന്ന ടീച്ചർ. എന്നെ 7ാം ക്ലാസ്സിലാണ് പഠിപ്പിച്ചത്. ഓരോ പാഠവും എടുക്കുമ്പോൾ ടീച്ചർക്ക് ഓരോ കഥയുണ്ടാകും. അതുകൊണ്ട് ടീച്ചർ ആ പാഠഭാഗം രസകരമാക്കി മാറ്റി. കലോത്സവങ്ങളിലും എല്ലാ പരിപാടികളും ടീച്ചർ തന്നെയാണ് മുൻപിൽ ഉണ്ടാവുക. കുറെ കാലം രോഗാവസ്ഥയിൽ കിടന്ന ടീച്ചർ ഒരുപാട് വേദന അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ വീടിൻ്റെ അടുത്തായിട്ടാണ് ടീച്ചറുടെ വീട്. ഞാൻ ടീച്ചറെ കാണാൻ ഇടയ്ക്കിടെ പോകാറുണ്ട്. മരണവിവരം കേട്ടപ്പോൾ ഞാൻ ആകെ തകർന്നുപോയി. ടീച്ചർ ഇന്നും എൻ്റെ മനസ്സിൽ മായാതെ കിടപ്പുണ്ട്. 1 മാസേ ആയിട്ടുള്ളൂ മാം ടീച്ചർ മരണപ്പെട്ടു. താങ്ക് യു മാം. ടീച്ചറിന്റെ പേരെന്തായിരുന്നു? പുഷ്പ. പുഷ്പ. Then next one. ഗുഡ് മോർണിംഗ് മാം. എൻ്റെ മൈ ഫേവറേറ്റ് ടീച്ചർ എന്ന് പറഞ്ഞാൽ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാറായിരുന്നു. അപ്പോൾ സാറ് എപ്പോഴും എല്ലാവരോടും ഒരുപാട് ഒരു പുഞ്ചിരിയോട് കൂടിയാണ് സാറ് സംസാരിക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ഇത് തോന്നുന്ന സാറാണ്. അപ്പോൾ സാറ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഡാൻസ് കളിക്കാൻ വളരെ ഇഷ്ടമാണ്. അപ്പം എനിക്ക് ഡാൻസ് ചെയ്യുമ്പോൾ എപ്പോഴും പറയും എന്ത് പ്രോഗ്രാമിനായാലും എന്നെ വിളിക്കും ഡാൻസ് ചെയ്യാൻ. അപ്പം എനിക്ക് ഒരുപാട് മോട്ടിവേഷൻ ആയിരുന്നു സാറ്. എപ്പോഴും എന്ത് പരിപാടിക്കായാലും എന്നെ വിളിക്കാറുണ്ട് ഡാൻസ് ചെയ്യാൻ. അതുപോലെ തന്നെ NSSന്റെ ചാർജ് സാറിനായിരുന്നു. അപ്പൊ സാറ് NSSന്റെ എന്ത് പ്രോഗ്രാം വന്നാലും ഒരു സർട്ടിഫിക്കറ്റ്, അതിന് എന്ത് പ്രോഗ്രാമിനായാലും സർട്ടിഫിക്കറ്റ്, പിന്നെ ചായ, വട അങ്ങനെ കിട്ടുമായിരുന്നു. അപ്പൊ എന്നെ എപ്പോഴും വിളിക്കും. എന്ത് പ്രോഗ്രാം അവിടെ വെച്ചാലും വിളിക്കുമായിരുന്നു. അതുപോലെ സർട്ടിഫിക്കറ്റുകളും ഞങ്ങൾക്ക് കിട്ടും. ആ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ നമുക്ക് സർട്ടിഫിക്കറ്റും കിട്ടുമായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ എനിക്ക് ഏറ്റവും ഇതായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് APJ അബ്ദുൽ കലാം സാറിനെ കാണാൻ പറ്റിയത് ഈ സാറ് കാരണമാണ്. ഞങ്ങളുടെ തോപ്പ് സ്റ്റേഡിയത്തിൽ APJ അബ്ദുൽ കലാം സാർ വന്നിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് ഒരു കുറച്ച് പേര്, രണ്ട് പേരാണ് പോയത്. ഞാനും എൻ്റെ ഫ്രണ്ട് മാത്രമേ പോയിട്ടുള്ളൂ കാണാനായിട്ട്. അപ്പൊ ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് കോളേജിൽ നിന്ന് വേറെ കുട്ടികൾ പോയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ചോദിച്ചപ്പോ സാർ ഒന്നും പറയാൻ തന്നെ എനിക്ക് വേഗം ഒരു ടിക്കറ്റ് എടുത്ത് അങ്ങോട്ട് കടക്കാനായി ടിക്കറ്റ് വേണം. സാറിനോട് ചോദിച്ചാലേ തരുള്ളൂ. അപ്പൊ ആഗ്രഹമുള്ളവർ മാത്രമേ വിടുള്ളൂ, പറ്റിയവർ മാത്രം. അങ്ങനെയായിരുന്നു സാർ പറഞ്ഞത്. അങ്ങനെ എനിക്ക് അത് കാണാൻ പറ്റിയതാണ് ഏറ്റവും വലിയ. എനിക്ക് ഇപ്പോഴും സാറിനെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുശേഷം ഞങ്ങൾ കോളേജ് വിട്ട് പോകുന്നതിന് ശേഷം സാറ് അവിടെ പ്രിൻസിപ്പൾ ആയിട്ട് മാറി. അതെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് സാറിനെ കണ്ട് അഭിനന്ദനങ്ങൾ അറിയിക്കാനൊന്നും പറ്റിയില്ല, കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ എന്റെ മനസ്സിൽ എപ്പോഴും തെളിഞ്ഞു നിൽക്കുന്ന സാറാണ്. ഇഗ്നേഷ്യസ് എന്നാണ് സാറിന്റെ പേര്. എല്ലാവരോടും ഒരു പുഞ്ചിരിയോട് കൂടിയാണ് സാറ് എപ്പോഴും സംസാരിക്കുക. താങ്ക് യു. നന്നായിരുന്നു കേട്ടോ. നെക്സ്റ്റ് ഇനി ആരാണ് പറയാനുള്ളത്? മിസ്, ഞാൻ പ്രിപ്പയർ ഒന്നും ചെയ്തിട്ടില്ല. എന്നാലും എനിക്ക് എല്ലാരും പറഞ്ഞപ്പോ എന്റെ മിസ്സിനെ കുറിച്ച് ഓർമ്മ വന്നുകൊണ്ട് ഞാൻ പറയാണ്.
ആ. ഞാൻ 1 തൊട്ട് 7 വരെ എന്റെ വീടിന്റെ അടുത്തുള്ള സ്കൂളിലാണ് പഠിച്ചത്, തെങ്ങോട് സ്കൂള്. അത് കഴിഞ്ഞിട്ട് അവിടെ 7 വരെ ഉള്ളു. അത് കഴിഞ്ഞ് ഞാൻ 8 തൊട്ട് 10 വരെ എറണാകുളത്താ പഠിച്ചത്. അപ്പൊ അവിടെ ചേരാൻ റിച്ച് സ്കൂളാണ്, നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല. ഞങ്ങൾക്ക് സാമ്പത്തികം വളരെ കുറവാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടം എന്താന്ന് വെച്ചാൽ ഷൂ സോക്സ് ഒക്കെ ഇടാ സ്കൂളിൽ പോയാ. അപ്പൊ അത് ഇടാനുള്ള ആഗ്രഹം കൊണ്ട് അച്ഛനോട് പറഞ്ഞ് ഞാൻ അവിടെ ചേർന്ന് ഞാൻ 8ാം ക്ലാസ് 9ാം ക്ലാസ് ആയപ്പോഴത്തേക്കും അച്ഛൻ മരിച്ചു. എന്നിട്ട് ഞങ്ങളുടെ ടീച്ചർ പിള്ളേരെല്ലാരും കൂട്ടി ഞങ്ങളുടെ വീട്ടിൽ കാണാൻ വന്നു, അച്ഛനെ കാണാൻ വേണ്ടി. അപ്പോഴാണ് ടീച്ചർക്ക് മനസ്സിലായത് ഞങ്ങൾ വളരെ പാവപ്പെട്ടവരാണെന്ന്. എന്നിട്ട് മിസ് ഞങ്ങളുടെ അടുത്തോട്ട് വന്ന് ഓടി കെട്ടിപ്പിടിച്ച് ഭയങ്കരമായിട്ട് കരഞ്ഞു. നിങ്ങൾ എന്ത് ഇതൊന്നും എന്നോട് പറയാണ്ടിരുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അത് കഴിഞ്ഞ് ഇനി ഇതൊക്കെ ആവശ്യമൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറയും. ലിസി എന്നാണ് ആ ടീച്ചറിന്റെ പേര്. അന്ന് തൊട്ട് 10ാം ക്ലാസ് വരെ ആ മിസ് ഞങ്ങളുടെ അടുത്തുനിന്ന് ഒരു ഫീസോ ഒന്നും മേടിച്ചിട്ടില്ല. അവിടെ 1 തൊട്ട് 5 വരെയാണ് പിള്ളേർക്ക് ഉച്ചഭക്ഷണം ഉള്ളൂ. പക്ഷെ ഞങ്ങളുടെ ടീച്ചർ ഞങ്ങളുടെ അവസ്ഥ അറിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഉച്ചത്തേക്കുള്ള ഉച്ചഭക്ഷണം തരുമായിരുന്നു. പിന്നെ എല്ലാ മാസം സ്കൂൾ ബസ്സിന് അവിടുന്ന് ഞങ്ങളുടെ പ്രിൻസിപ്പള് എലിസബത്ത് എന്നാണ് ഞങ്ങളുടെ പ്രിൻസിപ്പളിന്റെ പേര്. ആ മിസ് ഒരു ചാക്കിലാണ് അരി പയറ് അങ്ങനെ കുറെ സാധനങ്ങൾ ഞങ്ങൾക്ക് സ്കൂൾ ബസ്സിന് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് തരുമായിരുന്നു. വീട്ടിലെ കാക്കനാട് വരെ ഞങ്ങൾക്ക് ബസ്സുള്ളൂ. അവിടെ നിന്ന് ഞങ്ങൾക്ക് ഓട്ടോ കാശ് വരെ തന്നു വിട്ട് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് ആ മിസ് പറഞ്ഞിട്ട്. അതുപോലെ ഓണമൊക്കെ ആകുമ്പോൾ ഞങ്ങൾക്ക് ഡ്രസ്സ് എടുത്ത് തരും. അതുപോലെ പിരിവിട്ടിട്ട് എന്ത് പിരിവുണ്ടെങ്കിലും ടീച്ചറിന്റെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് ഞങ്ങൾക്ക് ഡ്രസ്സും ബുക്കും ഒക്കെ മേടിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ അവിടെ തന്നെ +2 ചെയ്തത്. +2 ചെയ്തപ്പോൾ ആ ടീച്ചർമാരും എല്ലാ അവസ്ഥയും അറിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇതുപോലെ പിള്ളേരോട് പിരിവിട്ടിട്ട് ഞങ്ങൾക്ക് 2 പേർ, ഞാൻ ട്വിൻസാണ്, 2 പേർക്കും കൂടി ഒരു ടെക്സ്റ്റ് ബുക്ക് 2 പേർക്കും കൂടി പിരിവിട്ട് ടീച്ചർ ടെക്സ്റ്റ് ബുക്കും എല്ലാം മേടിച്ചു തരും. ആ മിസ്സുമാര് അപ്പോഴും ഞങ്ങളോട് പറയും നിങ്ങൾ ഇതെന്താണ് നേരത്തെ തൊട്ടി പറയാൻ. ഞാൻ പറഞ്ഞു മിസ് ഞങ്ങളെങ്ങനെ ഞങ്ങളുടെ അവസ്ഥ ഇങ്ങനെ പറയണേ, ഞങ്ങൾക്ക് അത് പറയാൻ ഇഷ്ടക്കുറവുണ്ടായിട്ടല്ല, ഞങ്ങളുടെ വിഷമം ഞങ്ങളുടെ ഉള്ളിൽ തന്നെ ഇരുന്നോട്ടെ എന്ന് ഓർത്താണ് ഞങ്ങൾ പറയാണ്ടിരുന്നതെന്ന് പറഞ്ഞു. മിസ് അന്ന് തൊട്ട് ഇപ്പോഴും ഞങ്ങളോട് ആ ഒരു സ്നേഹമുണ്ട്. ഞങ്ങൾ ചെല്ലാത്തതിന് മിസ് പരാതി പറയണേ, ഇത്രയും നാളായിട്ട് വരാത്ത എന്താണ്, അവിടെ പഠിക്കണ ഞങ്ങളുടെ കൂടെയുള്ള പിള്ളേരുടെ ഒക്കെ പറയാറുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടില്ല മിസ്സിനെ കാണാൻ. മിസ് ഇപ്പോഴും ജീവനോടെ ഉണ്ട്. അപ്പൊ എനിക്ക് ആ മിസ്സിനെയാണ് ഓർമ്മ, ലിസ്റ്റ് ടീച്ചർ ഞങ്ങളുടെ പ്രിൻസിപ്പളും. ഇപ്പോഴും ഞങ്ങളോട് ആ സ്നേഹമുണ്ട് മിസ്സിന്. ശരി മിസ്സേ, താങ്ക് യു. താങ്ക് യു. ഓരോരുത്തരുടെ എന്താ പറയാ ടീച്ചേഴ്സിനെ കുറിച്ചിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് കേൾക്കുന്നതെന്നല്ല ഓരോരുത്തരും പറയുമ്പോഴാണ് മനസ്സിലാവുന്നത് അല്ലേ. ഓക്കെ, അപ്പോ ഇന്ന് നമ്മള് കുറച്ചു പേരുടെ സെമിനാറും കുറച്ചു പേരുടെ ആക്ടിവിറ്റി, അതായത് ടീച്ചറിനെ കുറിച്ചിട്ടുള്ള പറയാനായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ചെയ്യാത്തവരുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാട്ടോ, സെമിനാറും അതുപോലെ തന്നെ ആക്ടിവിറ്റി. ഓക്കെ, അപ്പൊ നമ്മൾ അഫെക്ഷനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. കുറച്ചും കൂടി കാര്യങ്ങൾ അഫെക്ഷനെ കുറിച്ച് പറയാനുണ്ട്, അത് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ, അപ്പൊ വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. സൈൻ ഔട്ട് ചെയ്തോളൂ. Sign out. Thank you, Shruti ma'am, for today's class, and thanks to my friends for the seminar on affection and the sharing about role model teachers. With gratitude to all, I am signing out now. See you in the next class. Thank you. Okay, thank you so much. Thank you, ma'am. Thank you, ma'am. താങ്ക് യു മാം. മാം ഒരു കാര്യം ചോദിച്ചോട്ടെ ശ്രുതി പറഞ്ഞോളൂ. മാം, നമുക്ക് ഇതുപോലെ ഹോളിഡേയ്സും കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷൻ ഇപ്പൊ വരുന്നില്ലല്ലോ കുറച്ച് ദിവസമായിട്ട്. വരുന്നില്ലല്ലേ ഹോളിഡേയ്സ്? നിങ്ങൾക്ക് എന്തായാലും വരും, ക്ലാസ് ഇല്ലെങ്കിൽ വരും കേട്ടോ. ഗ്രൂപ്പിൽ വരുന്നില്ല, അപ്പം മാം ഒന്ന് അറിയിക്കണം. ഗ്രൂപ്പിൽ വരും. ഇപ്പൊ ഞങ്ങൾക്കും അറിയിപ്പ് കിട്ടിയിട്ടില്ല എന്താണെന്ന്. അപ്പൊ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ എന്തായാലും വരും കേട്ടോ. ഓക്കെ മാം, താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു. Thank you, ma'am.